ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നാച്ചുറൽ സയൻസിന്റെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം മൈക്ക് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിന്ന് നാച്ചുറൽ സയൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഏരിയ, നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ ആണ് ഞാൻ പറയുന്നത്. ഷീല, മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഷീല മൈക്ക് ഒന്ന് ഓഫ് ചെയ്യൂ. ഷീല കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തു. ഇനി ഷീല അത് ഓൺ ചെയ്യരുത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ബയോളജി റിവിഷൻ ആണ്, അതായത് റിവിഷൻ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പോകേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ പ്രകാശ സംശ്ലേഷണം. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയും അല്ലെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ. അപ്പൊ സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാം അല്ലെ. ഈ പിക്ചറിനകത്ത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അതിനകത്ത് നമുക്കൊരു പ്ലാന്റ് കാണാം, ഒരു സസ്യം കാണാം, അല്ലെങ്കിൽ ഒരു ചെടി കാണാം. ആ ചെടിയിൽ എന്തുണ്ട്? ചെടിയോട് ചേർന്ന് സൂര്യനെ നമുക്ക് കാണാം, സൂര്യപ്രകാശത്തിനെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ എന്ന് എഴുതിയിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്, താഴെ വന്നിട്ട് ജലം എന്നും എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് അല്ലെ. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സസ്യം എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടതായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. അപ്പൊ അവിടെ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തേക്ക് വമിക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പോ പ്രകാശ സംശ്ലേഷണ സമയത്ത് അകത്തേക്ക് സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡ്, പുറത്തേക്ക് വിടുന്ന വാതകം എന്ന് ചോദിച്ചാൽ ഓക്സിജൻ. ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രകാശ സംശ്ലേഷണ സമയത്ത്. ഇനി കോശ ശ്വസന സമയത്ത് എന്ന് ചോദിച്ചാലോ? ശ്വസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ. അപ്പൊ എന്താണ്? റെസ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെസ്പിറേഷന്റെ സമയത്ത് അതും ശ്വസിക്കുന്നുണ്ടല്ലോ. സസ്യങ്ങൾ ശ്വസിക്കുന്ന സമയത്ത് അകത്തേക്ക് സ്വീകരിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. നമ്മളെപ്പോലെ ഓക്സിജൻ തന്നെയാണ് അകത്തേക്ക് സ്വീകരിക്കുന്നത്. പുറത്തേക്ക് അത് വിടുന്ന വാതകം എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയാറുള്ളത്, നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തൊന്നും ഒരിക്കലും നമ്മുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ മുറിക്കുള്ളില് എന്ത് ചെയ്യരുത്? ജീവനുള്ള സസ്യങ്ങളെ വെക്കരുത് എന്ന് പറയാറുണ്ട്. എന്നാൽ ചില പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ കേട്ടോ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാലും അത് നമ്മൾക്ക് വേണ്ട ഓക്സിജനും കൂടെ വലിച്ചെടുക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റ്സ് ഞാൻ പറയുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്, പുറത്തേക്ക് വിടുന്ന വാതകം ഓക്സിജൻ. കോശ ശ്വസന സമയത്ത് സസ്യങ്ങൾ അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം ഓക്സിജൻ, പുറത്തേക്ക് വിടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജലം ഇവിടെ നിന്ന് വലിച്ചെടുക്കുന്നു അല്ലെ. ഈ ജലവും ലവണങ്ങളും ഈ വേര് വഴി വലിച്ചെടുത്ത് ഈ സസ്യത്തിന്റെ എവിടെ എത്തുന്നോ അതിന്റെ ഇലകളിലാണ് എത്തുക. ഈ ഇലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത്, കിച്ചൺ എന്ന് പറയുന്നത് ഏതാണ്? ഇലകളാണ്. ഓക്കെ, ഇലകളാണ് സസ്യങ്ങളുടെ
അടുക്കള എന്നറിയപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഇലകളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഇലകളിലേക്കാണ് ഈ ജലവും ലവണങ്ങളും വലിച്ച് എടുക്കുന്നത്. ഈ ഇലകളിലേക്ക് ചെന്നതിന് ശേഷം ഇലകളിൽ ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം ആ പാചകം ചെയ്ത ഭക്ഷണം, അതായത് നമ്മുടെ മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളിലേക്ക് കൊണ്ടെത്തിക്കുകയും ആ ഇലകളിൽ ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം ആ പാചകം ചെയ്ത ഭക്ഷണം മറ്റുള്ള ഭാഗങ്ങളിലേക്കും കടത്തിവിടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നതിനും അത് ഉപയോഗിച്ച് ആഹാര പദാർത്ഥങ്ങൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം മറ്റ് ഭാഗങ്ങളിലേക്കും കൊണ്ടുവിടാൻ സംവഹന കലകൾ വേണം. ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വേണ്ടേ? അപ്പോ സംവഹന കലകളാണ് അതിന് അത്യാവശ്യമായിട്ടുള്ളത് കേട്ടോ. സംവഹന കലകളാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള കലകളാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൈലവും ഫ്ലോയവും. ഓക്കെ, സൈലവും ഫ്ലോയവുമാണ് എന്തെന്ന് പറയുന്നത്, സംവഹന കലകൾ എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളിലേക്ക് കൊണ്ടുപോകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സൈലമാണ്. അത് സൈലമാണ്. ഓക്കെ, ഇതിനകത്തൊരു കോഡ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് XL എന്ന് പറയുന്ന നമ്മുടെ ഉടുപ്പിന്റെയൊക്കെ സൈസ് ഒന്ന് ഓർത്തു വെക്കുക. സൈലം എങ്ങോട്ട് കൊണ്ടുപോകും? ലീഫിലേക്ക് കൊണ്ടുപോകും എന്ന് ഓർത്തു വെക്കുക. അപ്പം ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആയി അല്ലെ? XL എന്ന് ഓർത്തു വെക്കുക. സൈലം ലീഫിലേക്ക് കൊണ്ടുപോകുന്ന സംവഹന കലയാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഫ്ലോയം എന്ന് പറയുന്നത് ഈ അടുക്കളയിൽ പ്രിപ്പയർ ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഫ്ലോയമാണ്. ഫ്ലോ ചെയ്യുന്നത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് ഫ്ലോയത്തിൽ കൂടെയാണ് എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ഇവിടെ ഈ സൈലവും ഫ്ലോയും സംവഹന കലകൾ എന്നറിയുന്നത് പോലെ തന്നെ, സംവഹന കലകൾ എന്നറിയുന്നത് പോലെ തന്നെ സങ്കീർണ കലകൾ എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. ഓക്കെ, സങ്കീർണ കലകളാണ് ഏതെന്ന് പറയുന്നത്, ഈ കലകൾ എന്ന് പറയുന്നത്, ഈ സൈലവും ഫ്ലോയും എന്ന് പറയുന്നത് സങ്കീർണ കലകളും കൂടെയാണ്, അല്ലെങ്കിൽ സംവഹന കലകൾ എന്നും കൂടെ നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലയുടെ നിറം എന്ന് പറയുന്നത് എന്താണ്? പച്ചയാണ് അല്ലെ? പച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം പച്ചയ്ക്ക് കാരണമാകുന്നത് ഏത് പിഗ്മെന്റ് ആണ്? ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റ് ആണ് എന്ന് നമുക്കറിയാം. വർണ്ണകണം എന്ന് പറയുന്ന ക്രോമോപ്ലാസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് വരുന്നത് നമ്മുടെ വർണ്ണകണത്തിനകത്തുള്ള ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റ്. ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന് പറഞ്ഞു ഇലകളിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഇലകളില് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതായത് ആസിരന്തം എന്ന് പറയും, അതായത് സ്റ്റൊമാറ്റ എന്ന് പറയും. ഇംഗ്ലീഷില് സ്റ്റൊമാറ്റ എന്ന്, മലയാളത്തിൽ ആസിരന്തം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഈ സ്റ്റൊമാറ്റ എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇലകളിലാണ് കാണുന്നത് എന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇലകളിൽ മാത്രമല്ല, ഇലകളിലും കാണ്ഡത്തിലും ഒക്കെ കാണപ്പെടും. കൂടുതലായി കാണപ്പെടുന്ന ഇലകളിലാണ്. എന്നാൽ ഇലകളിൽ എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇലയുടെ അടിവശത്താണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് പഠിച്ചു വെക്കുക. കാരണം അവിടെ നമുക്കറിയാം വാതക വിനിമയം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്കും വിടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്, അതായത് വാതക വിനിമയം നടക്കുന്നത് ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴിയാണ്. ഇലകളിലെ സ്റ്റൊമാറ്റ വഴിയാണ്, അല്ലെങ്കിൽ ആസിരന്തങ്ങൾ വഴിയാണ് എന്ത് നടക്കുന്നത്? വാതക വിനിമയം നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് പോകുന്നതും ഏത് വഴിയാണ്? സ്റ്റൊമാറ്റ വഴിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയല്ലോ. അപ്പൊ ക്ലോറോഫിൽ പിഗ്മെന്റ് എവിടെയാണ് കാണുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ഇലകളിലാണ് കാണുന്നത് എന്ന് പഠിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. ഇതിനകത്ത് ഓക്സിജൻ മാത്രമാണോ ഉണ്ടാകുന്നത്? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഗ്ലൂക്കോസ് ആണ് എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഗ്ലൂക്കോസ് മാത്രമാണോ? അല്ല, ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിജനും അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ടാവുന്നുണ്ട്? ഗ്ലൂക്കോസും കൂടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഗ്ലൂക്കോസും കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സംഭവം എന്താക്കി സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇലകളിൽ എന്താക്കി സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അന്നജമാക്കിയാണ് സൂക്ഷിക്കുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പദാർത്ഥം
നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളവുമായിട്ട് അതിനൊരു കോണ്ടാക്റ്റിൽ വന്നാൽ എന്താ സംഭവിക്കുക? ഈ ഗ്ലൂക്കോസ് അലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ചെടി അല്ലെങ്കിൽ സസ്യം എന്താക്കി മാറ്റും? അന്നജമാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമായിട്ട് നമുക്ക് ലഭിക്കുമെങ്കിലും ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും? അന്നജമാക്കി മാറ്റും എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അന്നജമാക്കി മാറ്റി വെക്കും എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു തമ്പിട്ടോളൂ. ഓക്കെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കാരണം എന്റെ ഫ്രണ്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഈ മോണിറ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഉറങ്ങിയോ ഇല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരൊറ്റ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഈ റെസ്പോൺസ് ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രകാശ സംശ്ലേഷണം കിട്ടി, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് മതി അതിനകത്തെ. ഇപ്പൊ തൽക്കാലം അതിനകത്ത് അത്രയും മതി കേട്ടോ. ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു ആസിരന്ധങ്ങളെ കുറിച്ച് അല്ലെ. അപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ആസിരന്ധം. അപ്പൊ ഇതിനകത്ത് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഈ വാതക വിനിമയത്തിന് നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിൽ കൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ചില സുഷിരങ്ങളിൽ കൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ സുഷിരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആസിരന്ധങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു. ആസിരന്ധങ്ങൾ എന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിൽ കൂടെയാണ്. അപ്പൊ നമുക്കറിയാം ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെ. ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഏത് വഴി തന്നെയാണ്? നമ്മുടെ ഈ ചെറിയ സുഷിരങ്ങളിൽ കൂടെയാണ് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. വാതക വിനിമയവും അതുപോലെ തന്നെ ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഏത് വഴിയാണ്? നമ്മുടെ സ്റ്റൊമാറ്റോ വഴിയാണ്. ഓക്കെ ആണല്ലോ? അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇലയിലെ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ക്ലോറോഫിൽ പിഗ്മെന്റിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ക്ലോറോഫിൽ പിഗ്മെന്റിനെ കുറിച്ച് പഠിച്ചു. എടാ, ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല നിറത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് പ്ലാവിൽ എടുക്കാം. പ്ലാവ് അല്ലെ, പ്ലാവ് എന്ന് പറയുന്ന ജാക്ക് ഫ്രൂട്ട് ട്രീനെ നമുക്ക് എടുക്കാം. അതിലുള്ള ഇല നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഞ്ഞ, അതായത് കൊഴിയുന്ന സമയത്ത്, ഇല കൊഴിയുന്ന സമയത്ത് മഞ്ഞ കളർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതും കാണാൻ പറ്റും, നമ്മുടെ പിന്നെ ഓറഞ്ച് കളറുള്ള ഇലയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓറഞ്ച് കളറുള്ള ഇലയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓറഞ്ച് കളറിലുള്ള ഇല അല്ലെങ്കിൽ ഈ മഞ്ഞ കളറുള്ള ഇല എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും എന്തുകൊണ്ടാണെന്ന് പറയാമോ? എന്തുകൊണ്ട് അത് പച്ച കളറിൽ പോകുന്നില്ല അല്ലെങ്കിൽ പച്ച കളറിൽ കൊഴിയുന്നില്ല? എന്തുകൊണ്ട് കൊഴിയുന്ന ഇല മഞ്ഞയാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? അറിയോ? സാന്തോഫിൽ അടങ്ങിയിട്ടുണ്ട്. സാന്തോഫിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോറോഫിൽ അതിനകത്ത് ഇല്ലേ? സാന്തോഫിൽ, വെരി ഗുഡ് ആൻസർ. സാന്തോഫിൽ അടങ്ങിയിട്ടുണ്ട്, ശരിയാണ്. വേറെ എന്താ നമുക്ക് അതിനകത്ത് പറയാനുള്ളത്? എന്തായിരിക്കും കാരണം? എന്തായിരിക്കും? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞോളൂ. ആസിറ്റിക് ആസിഡ് ഇലകൾ പാകമാവാൻ സഹായിക്കുന്ന ഏത് ആസിഡാണ്? അബ്സസിക് ആസിഡ് അല്ലെ. സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ നമ്മൾ വിളിക്കപ്പെടുന്ന അബ്സസിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഇല പൊഴിയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം കിട്ടിയോ? അതായത് പച്ച നിറം എന്തുകൊണ്ട് കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കാൻ കാരണം. അത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കാം, ഇല പൊഴിയുന്ന സമയത്ത് ഈ പച്ച കളറ് അല്ലെങ്കിൽ ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ന് പറയുന്ന പിഗ്മെന്റ് എന്ത് വേണം? പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യമല്ലേ. അപ്പൊ ഇല കൊഴിയുന്നു എന്ന് വിചാരിച്ചിട്ട് പ്രകാശ സംശ്ലേഷണം നടക്കാതിരിക്കോ? ഇല്ല. അപ്പൊ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതെന്നറിയാമോ? റബ്ബറിന്റെ കമ്പ്. റബ്ബറിന്റെ ഇല പൊഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ആ കമ്പുകളെല്ലാം നല്ല പച്ച കളറിലാവും. എന്താ സംഭവം എന്നറിയോ? ഈ ഇലകളിലുള്ള ഹരിതകം അത് തിരിച്ചു വലിച്ചെടുക്കും. ഓക്കെ, ഇലകളിലും ഏതുണ്ട്? ഹരിതകമുണ്ട്. പൊഴിയുന്നതിന് മുമ്പായിട്ട് ഈ കാണ്ഡം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ നിന്ന് ആ പച്ച നിറം തിരിച്ചു വലിച്ചെടുക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ ആരേ ഉള്ളൂ? നിങ്ങൾ പറഞ്ഞതുപോലെ സാന്തോഫിലൊക്കെ ഉള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞത് ശരിയാണ്, അബ്സസിക് ആസിഡ് ഉണ്ട്. അത് സ്ട്രെസ് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ ഇല പൊഴിയാനൊക്കെ സഹായിക്കും. ശരി തന്നെയാണ്. എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരിത കണങ്ങളിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹരിത കണങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണത്തിലാണ് എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തു വയ്ക്കുക, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടി. എന്താണ്? ഹരിത കണത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്.
ഇലകളിൽ മാത്രമല്ല, എവിടെയൊക്കെയോ ഹരിതകണങ്ങളുണ്ടോ അവിടെയെല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നു എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലായോ? കാണ്ഡത്തിലും എന്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഹരിതകണം അവിടെ ഉണ്ടെങ്കിൽ അവിടെയും നടക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത പോയിന്റ് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള. അപ്പൊ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ എടുക്കാം. എവിടെയാണ്? ക്ലോറോഫിൽ പിഗ്മെന്റിലെ ഹരിതകണത്തിലെ എവിടെയാണടാ? ഗ്രാനകളിലാണ്. ഓക്കെ, ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. ആഗിരണം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. ഹരിതകണത്തിലെ വർണ്ണകങ്ങൾ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് ഈ ക്ലോറോഫിൽ പിഗ്മെന്റ് ഒക്കെ കാണുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ കണങ്ങളാണ് എന്ന് ചോദിച്ചാൽ, ഹരിതകം എ ഉണ്ട്, ഹരിതകം ബി ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ സാന്തോഫിൽ ഉണ്ട്. അപ്പൊ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, 4 പിഗ്മെന്റ്സ് ആണ്. ഏതൊക്കെയുള്ളത്? ഹരിതകം എ ഉണ്ട്, ഹരിതകം ബി ഉണ്ട്, കരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, അതുപോലെ തന്നെ സാന്തോഫിൽ. ഇത്രയാണ് ഏതിനകത്തുള്ളത്? ഗ്രാനയിൽ ഉള്ളത്. ഗ്രാന എവിടെയുള്ളത്? ഹരിതകണത്തിലാണ് ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ഈ വർണ്ണകങ്ങൾക്കെല്ലാം എന്തിനുള്ള കഴിവുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. ഓക്കെ, ഈ ക്ലോറോഫിൽ എ ആണെങ്കിലും ശരി, ക്ലോറോഫിൽ ബി ആണെങ്കിലും ശരി, കരോട്ടിൻ ആണെങ്കിലും ശരി, സാന്തോഫിൽ ആണെങ്കിലും ശരി, ഇതിനെല്ലാം പ്രകാശത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഇതാണ് പി എസ് സിയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഹരിതകം എക്ക് മാത്രമേ എന്തിനുള്ള കഴിവുള്ളൂ? പക്ഷേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആർക്ക് മാത്രമേ ഉള്ളൂ? ഹരിതകം എക്ക് മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ, ഫോട്ടോസിന്തസിസിനകത്ത് നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റു വർണ്ണകങ്ങൾ എന്താ ചെയ്യുന്നേ? ഇതിനെ ഒന്ന് സഹായിക്കും, അല്ലെ? എല്ലാത്തിനും പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ ആഗിരണം ചെയ്ത് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കണമെങ്കിൽ ആര് തന്നെ തീരുമാനം എടുക്കണം? ഹരിതകം എ തന്നെ തീരുമാനം എടുക്കണം. അപ്പൊ ആ ഹരിതകം എക്ക് വേണ്ടിയിട്ട് ഇവര് സഹായിക്കാനായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള വർണ്ണകങ്ങളെ ക്ലോറോഫിൽ ബി എന്നും കരോട്ടിനെയും സാന്തോഫിലിനെയും വിളിക്കുന്നത് സഹായക വർണ്ണകങ്ങൾ ആണ്. ഓക്കെ, സഹായക വർണ്ണകങ്ങൾ എന്നാണ്, അതായത് അക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കും. അക്സസറി പിഗ്മെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് ഏതൊക്കെ കാണുന്നത്? ഹരിതകം എ കാണുന്നത്, ഹരിതകം ബി കാണുന്നത്, കരോട്ടിൻ കാണുന്നത്, സാന്തോഫിൽ കാണുന്നത്. അതിനകത്ത് ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹരിതകം ബിയും കരോട്ടിനും സാന്തോഫിലും എന്തായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് സഹായക വർണ്ണകങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ അക്സസറി പിഗ്മെന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹരിതകണം, അല്ലെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ രസതന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഹരിതകണം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഹരിതകണത്തിനകത്ത് നമ്മൾ എന്ത് കാണുന്നു എന്ന് പറഞ്ഞു? ഗ്രാന കാണുന്ന കാര്യം പറഞ്ഞു, അല്ലെ? ഗ്രാന കാണുന്ന പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്തോ ഉണ്ട്? സ്ട്രോമയുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഈ ഹരിതകണത്തിന്റെ ആ ഒരു സ്ട്രക്ചർ ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഹരിതകണത്തിനകത്ത് ഇരട്ടപ്പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ സ്ട്രോമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അല്ലെ? അതെന്താ സ്ട്രോമ എന്ന് പറയുന്നത്? ഹരിതകണത്തിലെ ദ്രാവക ഭാഗം. ഇത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹരിതകണത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്ന ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ട് എന്തെന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് സ്ട്രോമ എന്നറിയപ്പെടുന്നു. എന്തായിട്ടാണ്? സ്ട്രോമ എന്നറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രാന എന്ന് ചോദിച്ചാൽ ഈ സ്ട്രോമയ്ക്കകത്ത് തന്നെ സ്തരസഞ്ചികളുടെ അടുക്കായിട്ട് കാണുന്നതാണ് എന്തെന്ന് പറയുക? ഗ്രാന എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാന എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, 2 കാര്യങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ സ്ട്രോമ എന്താണെന്ന് ചോദിച്ചാൽ ആ ഹരിതകണത്തിലെ ദ്രാവകമായിട്ടുള്ള ഭാഗം, ഗ്രാനയൊക്കെ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഹരിതകണത്തിലെ ഗ്രാന എന്താണെന്ന് ചോദിച്ചാൽ സ്തര സഞ്ചികളുടെ അടുക്ക് എന്ന് നമ്മൾ പറഞ്ഞു. സ്ട്രോമ എന്ന് പറയുന്നത് ദ്രാവക ഭാഗമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? ഹരിതകണത്തിൽ ഈ 2 ഭാഗങ്ങളും ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഗ്രാനയുണ്ട്, സ്ട്രോമയുണ്ട്. ഇനി ഗ്രാന എന്ന് പറയുന്നതിനകത്താണ് പ്രകാശഘട്ടം നടക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ഗ്രാനയ്ക്കകത്താണ് പ്രകാശഘട്ടം നടക്കുന്നത്
ഗ്രാനയ്ക്കകത്താണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രോമയ്ക്കകത്തോ ഇരുണ്ട ഘട്ടമാണ്. നിങ്ങൾ SD ഫാർമസി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ പണ്ട് പഠിച്ചൊരു കോഡാണ് SD ഫാർമസി എന്ന് പറയുന്ന ഒരു ഫാർമസിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള ഫാർമസിയാണ് അല്ലെ? അപ്പൊ ആ ഫാർമസിയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. സ്ട്രോമ ഏതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ ഡാർക്ക് അല്ലെ, ഡാർക്ക് ആയിട്ടാണ്. അപ്പൊ ഓർത്തു വെച്ച ഇരുണ്ട ഘട്ടമായിട്ടാണ് അത് കണക്റ്റഡ് എന്ന് ഓർത്തു വെച്ചേ. അങ്ങനെയാണെങ്കിൽ ഗ്രാന എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ലൈറ്റ് അല്ലെ, LG എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ലൈറ്റ് ഫേസ് എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ലൈറ്റ് സ്റ്റേജ് എവിടെയാണ്? ഗ്രാനയുമായിട്ട് കണക്റ്റഡ് ആണ്, LGയുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് ഓർത്തു വെക്കാം. സ്ട്രോമ SD ഫാർമസി ഒന്ന് ഓർത്തു വെക്കാം, ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്, എന്താണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്? ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം. എന്താണ്? പ്രകാശഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണല്ലോ അതിനെ പ്രകാശഘട്ടം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇരുണ്ട ഘട്ടത്തിൽ എന്തായിരിക്കും? പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി പ്രകാശഘട്ടം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് എവിടെ പോവാം? ഇരുണ്ട ഘട്ടത്തിലേക്ക് പോവാം. പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പ്രകാശ സംശ്ലേഷണന്റെ സമയത്ത് 2 ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ? നമ്മൾ അവിടെ ഗ്ലൂക്കോസും ഓക്സിജനും. അപ്പൊ അവിടെ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ H2O എന്ന് പറയുന്ന ജലം വിഘടിച്ച് അവിടെ എന്തായിട്ട് മാറും? ഓക്സിജൻ ഫ്രീ ആക്കപ്പെടും അല്ലെ, ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ അവിടെ നമ്മുടെ H2O അല്ലേ, അപ്പൊ അവിടെ ഹൈഡ്രജൻ ഇല്ലേ, ഹൈഡ്രജൻ പുറത്തേക്ക് പോകില്ല. ഹൈഡ്രജൻ എവിടെ പോവും? സ്ട്രോമയിലേക്ക് പോവും. ഓക്കെ, സ്ട്രോമയിലേക്ക് പോവും. ഓക്കെ, അപ്പൊ ഇത് ഒരു പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ LGയിൽ നടക്കുന്ന എന്താണ്? അപ്പൊ ഈ പ്രകാശഘട്ടത്തിൽ നടക്കുന്നത്, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് സംഭവിക്കും? H2O എന്ന് പറയുന്ന ജലം വിഘടിച്ച ഓക്സിജൻ പുറത്തേക്ക് പോവും, ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് എത്തുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓക്കെ, പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ഏത് ഘട്ടത്തിലാണ്? പ്രകാശഘട്ടത്തിലാണ്. ഓക്കെ, അത് പ്രീവിയസ് ആണ്. പ്രകാശഘട്ടത്തിലാണ് പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 2 പോയിന്റ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു പ്രകാശഘട്ടത്തെ കുറിച്ച്. ഇനി നമ്മൾ ഇരുണ്ട ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, പ്രകാശം ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, പ്രകാശഘട്ടത്തിൽ നിന്ന് ഹൈഡ്രജൻ എവിടെ എത്തുമെന്ന് പറഞ്ഞു? സ്ട്രോമയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു അല്ലെ, ദ്രാവക ഭാഗത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യം, പ്രകാശോർജം രാസോർജമാക്കി ATPയിൽ സംഭരിക്കുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ATPയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഊർജം ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞ സ്ട്രോമയിലെത്തിയ ഹൈഡ്രജനെ എന്താക്കി മാറ്റും? കാർബൺ ഡയോക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം, ഓക്സിജൻ ഏത് ഘട്ടത്തിലാണ് പുറന്തള്ളപ്പെടുന്നത്? ഈ ഓക്സിജൻ എന്ന് പറയുന്ന ഉൽപ്പന്നം എവിടെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? പ്രകാശഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസ് എവിടെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇരുണ്ട ഘട്ടത്തിലാണ്. ഓക്കെ, ഇരുണ്ട ഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇരുണ്ട ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി ചേർത്തിട്ടാണ് അത് എന്താക്കി മാറ്റുന്നത്? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഹരിതഗണത്തിനകത്ത് 2 ഭാഗങ്ങൾ, ഗ്രാന എന്ന് പറയുന്ന സ്ഥലസഞ്ചികളുടെ അടുക്കുകൾ, സ്ട്രോമ എന്ന് പറയുന്ന ദ്രാവക ഭാഗം. ഓക്കെ ഓക്കെ, ദെൻ ഇനി നമ്മൾ പ്രകാശഘട്ടം നമ്മൾ പറഞ്ഞു അല്ലെ, ഗ്രാന കണക്റ്റഡ് വിത്ത് ലൈറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ LG എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ചത്. സ്ട്രോമ കണക്റ്റഡ് വിത്ത് ഡാർക്ക്, അപ്പൊ അതാണ് നമ്മൾ SD എന്ന് പറഞ്ഞ് പഠിച്ചത്. പ്രകാശം ഉപയോഗിക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം, അതുപോലെ പ്രകാശം ഉപയോഗിക്കാത്ത ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഇരുണ്ട ഘട്ടം എന്ന് നമ്മൾ പഠിച്ചു. ഇനി പ്രകാശഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ അത് പ്രകാശഘട്ടത്തിലാണ്. ഇനി അടുത്തത്, നമ്മുടെ ഗ്ലൂക്കോസ് എവിടെ നിർമ്മിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇരുണ്ട ഘട്ടത്തിലാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓക്സിജൻ എവിടെ? ഗ്രാനയിലും ഗ്ലൂക്കോസ് സ്ട്രോമയിലുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ എന്റെ കൂടെ വന്നോണം.
ഇച്ചിരി സ്പീഡാണെന്ന് എനിക്കറിയാം, പക്ഷേ വേറെ വഴിയില്ല, കൂടെ വരണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായിട്ടാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത്. നമുക്കറിയാം വെളിച്ചം ഇല്ലാണ്ടാവുമ്പോഴാണ് ഇരുട്ട്, അല്ലെ? അപ്പൊ പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയായാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇരുട്ടിൽ പ്രകാശം എന്നൊക്കെ പറയാം. നമുക്കിപ്പോ പഠിക്കാൻ സൗകര്യത്തിന് നമുക്ക് എന്തെന്ന് പഠിക്കാം? പ്രകാശം ഇല്ലാണ്ടാവുമ്പോഴാണ് ഇരുട്ടുണ്ടാകുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് ഇരുട്ടുണ്ടാകുന്നത് എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ അതൊരു പോയിന്റ് കിട്ടിയല്ലോ. പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ റീസൺ എന്താണെന്നറിയോ? നേരത്തെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പിൻ പോയിന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. എന്നാൽ ഇപ്രാവശ്യം ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറി എന്നിരിക്കും. കാരണം PSCയുടെ പാറ്റേൺ ഒക്കെ മാറി, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലെ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇതിൽ ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ SCERTയുടെ ഭാഗം അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നത്. അപ്പൊ ഈ പോയിന്റ് മനസ്സിലായോ? പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയാണ് ഏത് വരുന്നത്? ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ഓക്കെ ആണ്. ഓക്കെ, ദെൻ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഏത് ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നായിരുന്നു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. തെറ്റില്ലേ? അപ്പൊ ഏതാണ്? ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ആരാണ്? മെൽവിൻ കാൽവിൻ ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രകാശം ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ വീണ്ടും ഒന്ന് കണ്ടെത്തിയൊന്നും നടക്കണ്ട, അല്ലെ? കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇരുണ്ട ഘട്ടത്തിൽ ലൈറ്റ് ഇല്ലാതാവുന്ന സമയത്ത് നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ മെൽവിൻ കാൽവിൻ എന്ത് കണ്ടെത്തി? ഇരുണ്ട ഘട്ടത്തിൽ തപ്പിപ്പിടിച്ച് ചാക്രിക രാസപ്രവർത്തനങ്ങളൊക്കെ കണ്ടെത്തി. അതിന് അദ്ദേഹത്തിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നൊബേൽ സമ്മാനം കിട്ടി. ഒരു വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഏത് വർഷത്തിൽ? PSCക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകതകളുണ്ട്. ഒന്നും ചോദിക്കാനില്ലെങ്കിൽ ഏത് ചോദിക്കും? വർഷം ചോദിക്കും. 1961. 1961 എന്തിന് നൊബേൽ സമ്മാനം കിട്ടി എന്ന് ചോദിക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. 1961 മെൽവിൻ കാൽവിന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്തത് ഏത് ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനാണ് എന്ന് ചോദിച്ചാൽ അത് ഇരുണ്ട ഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് കിട്ടിയല്ലോ. അപ്പൊ ഇത് ഒരു പോയിന്റ്, ഇരുണ്ട ഘട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആരായിരുന്നു അത് എന്നുള്ള ഒരു പോയിന്റ്, മെൽവിൻ കാൽവിൻ. 1961 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. ആ കാൽവിൻ ചക്രം, അല്ലെ, അതിനറിയപ്പെടുന്നത് കാൽവിൻ സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ 4 പോയിന്റുകൾ കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഊർജ നാണയം എന്ന് പറഞ്ഞത്, അല്ലെ? ഊർജ നാണയം, ഊർജ വിനിമയം നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മള് കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ആരാണ്? എനർജി കറൻസി എന്ന് പറയും. ATP ആണ് കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ഒരു പ്രാവശ്യം ചോദിച്ചത് ATPയുടെ ഫുൾ ഫോം ആണ്. ഓക്കെ, ATPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ട്രൈഫോസ്ഫേറ്റ്, അതാണ് T. പിന്നെ ഫോസ്ഫേറ്റ്. അപ്പോ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് നിങ്ങൾ മനസ്സിൽ പറയണം കേട്ടോ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇപ്പോഴേ തന്നെ എല്ലാം പഠിച്ചു പോയിക്കോളൂ. അങ്ങനെ ATP എന്ന് പറയുന്നതാണ് കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത്. ഓക്കെ, കോശത്തിന്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്നത് ഏതാണ്? ATP ആണ്. ഈ ATP തന്മാത്ര വിഘടിച്ച് ADP എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് മാറും. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും ഫോസ്ഫേറ്റുമായി മാറുമ്പോഴാണ് സ്വതന്ത്രമാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും ATP ആയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അതിരിക്കില്ല. അത് ബ്രേക്ക് ഡൗൺ ചെയ്യണം. വിഘടിച്ചിട്ട് ADPയും ഫോസ്ഫേറ്റുമായി മാറുമ്പോഴാണ് ഊർജം നമ്മളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റബോളിക് പ്രോസസ്സസ്, അതായത് ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഈ ATP വിഘടിച്ചുണ്ടാകുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട 2 പോയിന്റ് ആണ്, കൂടുതലൊന്നും വായിക്കണമെന്നില്ല. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നും കോശത്തിന്റെ ഊർജ നാണയം അല്ലെങ്കിൽ എനർജി കറൻസി എന്ന് പറയുന്നത് ATP ആണെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവർ അല്ല.
ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് നമ്മൾ സസ്യങ്ങളെ വിളിക്കുന്നത് അല്ലെ, ഉൽപാദകരാണ്. അപ്പൊ കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഇതിന് ഉദാഹരണമാണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാസസംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പദവും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം. നമ്മൾ പ്രകാശ സംശ്ലേഷണം പഠിച്ചു, അതിനകത്ത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കീമോസിന്തസിസ് എന്ന് പറയുന്ന രാസസംശ്ലേഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം SCERT-ക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൾഫർ ബാക്ടീരിയയാണ് ഒരു ഉദാഹരണമായിട്ട് SCERT പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കീമോസിന്തസിസിന്, രാസസംശ്ലേഷണത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സൾഫർ ബാക്ടീരിയ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക, സൾഫർ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ പ്രകാശത്തിനെ വിഘടിക്കുന്നതിന് പകരം ഇവിടെ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സൾഫർ ബാക്ടീരിയ എവിടെയുള്ളതാണ്? കടലിലും കരയിലുമുള്ള സൾഫർ ബാക്ടീരിയ. അപ്പൊ രണ്ടിടത്തും ഏത് കാണുന്നുണ്ട്? സൾഫർ ബാക്ടീരിയ കാണുന്നുണ്ട്, സൾഫർ ബാക്ടീരിയ ഉണ്ട്. അപ്പോ രാസസംയുക്തങ്ങൾ, രാസസംശ്ലേഷണത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ അത് സസ്യങ്ങളല്ല, സൾഫർ ബാക്ടീരിയ എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സൾഫർ ബാക്ടീരിയ എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു. കോശത്തിന്റെ ഊർജ്ജ നാണയം ATP ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു കീമോസിന്തസിസിന് കാരണമാകുന്നത് സൾഫർ ബാക്ടീരിയ ആണെന്നും പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ഉറങ്ങാതിരിക്കാനാണ് കേട്ടോ. എല്ലാവരും ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലൊക്കെ ആയിരിക്കും. എന്തായാലും ബെഡിലേക്ക് ഇരുന്ന് കേൾക്കുന്നുണ്ടാവും, സാരമില്ല, ഉറങ്ങരുത്, ഉറങ്ങി വീഴരുത്. ഓക്കെ, കേട്ടിരിക്കാം. ഓക്കെ, ശരി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകാശ സംശ്ലേഷണത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഇത് നടക്കുന്നത് ഇലകളിലാണ് അല്ലെ. അപ്പോൾ നടക്കുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാവുന്നു. ഓക്സിജൻ നമ്മൾ പറഞ്ഞു പുറത്തേക്ക് തള്ളുന്നു, ആ ഓക്സിജൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്താക്കി മാറ്റി വെക്കുമെന്ന് ഞാൻ പറഞ്ഞു? അന്നജമാക്കി മാറ്റി വെക്കും. കാരണം അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അന്നജമാക്കി മാറ്റി വെക്കും എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ അന്നജമാക്കി മാറ്റി വെച്ചത് കൊണ്ട് ഒരിക്കലും എല്ലാ സസ്യങ്ങൾക്കും ഒരുപോലെ ആ ഒരു ഗ്ലൂക്കോസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അന്നജമാക്കി മാറ്റി വെക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അന്നജമാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റാർച്ച് ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ചില സസ്യങ്ങൾ അതിന്റെ ആവശ്യപ്രകാരം ഈ അന്നജത്തിനെ പലതാക്കി മാറ്റുന്നു, പല ഫോമിലേക്ക് മാറ്റുന്നുണ്ട്. ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ? അതിലൊരു ഫോം എന്ന് പറയുന്നത് സുക്രോസ് ആണ്. ഓക്കെ, സുക്രോസ് ആണ്. അപ്പൊ ഈ സുക്രോസ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഈ സുക്രോസ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റിയാലും ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാ സസ്യങ്ങൾക്കും. എന്നാൽ സുക്രോസ് അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സസ്യമുണ്ട്, അതിന്റെ പേരാണ് കരിമ്പ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സുക്രോസ് അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആരാണ്? കരിമ്പാണ്. ഓക്കെ, സുക്രോസ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ മറ്റ് സസ്യങ്ങൾക്ക് അതുപോലെ സുക്രോസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഏതൊക്കെ സസ്യങ്ങൾക്കാണ്? കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, എണ്ണക്കുരുക്കളുണ്ട്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനൊന്നും കരിമ്പ് ഉപയോഗിക്കുന്ന പോലെ സുക്രോസ് അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഈ സുക്രോസ് ആക്കി മാറ്റി വെക്കുന്നതിനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ വീണ്ടും എന്താക്കി മാറ്റും? അന്നജമാക്കി മാറ്റും. ഓക്കെ, ഉപാപചയ പ്രവർത്തനങ്ങളിനകത്ത് അന്നജമാക്കി മാറ്റും കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്സ്, ധാന്യകം എന്ന് പറയും അല്ലെ. കാർബോഹൈഡ്രേറ്റ്സിന്റെ വിവിധ ഫോമുകളാണ് ഗ്ലൂക്കോസും അന്നജവും അല്ലെങ്കിൽ സെല്ലുലോസും എന്നൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കാണുന്നത് എന്ത് തന്നെയാണ്? അന്നജം തന്നെയാണ്, സ്റ്റാർച്ച് തന്നെയാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ അന്നജം സുക്രോസ് ആക്കി മാറ്റുന്നു, സുക്രോസ് വീണ്ടും എന്താക്കി മാറ്റും? അന്നജമാക്കി മാറ്റും. ആര്? കിഴങ്ങ് വർഗ്ഗങ്ങൾ. എന്നാൽ സുക്രോസിനെ വീണ്ടും എന്താക്കി മാറ്റുന്നു എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. ആര് എന്ന് ചോദിച്ചാൽ പയറുവർഗ്ഗങ്ങൾ അല്ലെ. പയറുവർഗ്ഗങ്ങൾ എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, പയറുവർഗ്ഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ കഴിക്കുന്നതും അത് തന്നെയൊക്കെ തന്നെയാണ്. ഇനി അടുത്തത്, ഈ പറയുന്ന സുക്രോസിനെ അല്ലെങ്കിൽ അന്നജത്തെ എന്താക്കി മാറ്റും? കൊഴുപ്പാക്കി മാറ്റും. ആര്? എണ്ണക്കുരുക്കൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല, മീൻസ് എളുപ്പത്തിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പയറുവർഗ്ഗങ്ങൾ എന്തായിട്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ
അത് പ്രോട്ടീൻ ആയിട്ടും, എണ്ണക്കുരുക്കളിൽ എന്തായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ അത് കൊഴുപ്പായിട്ടും, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിലെ ഏത് ആയിട്ട് കാണുമെന്ന് ചോദിച്ചാൽ അത് ഫ്രക്ടോസ് അല്ലെ. ഫ്രൂട്ട്സിനകത്ത് കാണുന്ന ഷുഗർ ഏത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രൂട്ട്സിനകത്ത് കാണുന്നത് ഏത് ഷുഗർ ആണെന്ന് ചോദിച്ചാൽ ഫ്രക്ടോസ് അല്ലെ. ഫ്രക്ടോസ് അതിൽ തന്നെ ഉണ്ട്. ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ഫ്രക്ടോസ് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. ഫ്രൂട്ട്സിൽ കാണുന്ന പഴവർഗ്ഗങ്ങളിൽ കാണുന്നത് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ ആണ്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ കാണുന്നത് ഏതാണ്? അന്നജമാണ്. പയറുവർഗ്ഗങ്ങളിൽ കാണുന്നത് പ്രോട്ടീൻ ആണ്. എണ്ണക്കുരുക്കളിൽ കാണുന്നത് കൊഴുപ്പാണ്. ഓക്കെ. സുക്രോസ് കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്? കരിമ്പിലാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മൾ ആസ്യരന്ധ്രങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ. സ്റ്റൊമാറ്റകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞു ഇലകളിൽ വാതക വിനിമയം നടക്കുന്നത് സ്റ്റൊമാറ്റ വഴിയാണ്, ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, സ്റ്റൊമാറ്റ വഴിയാണ്. എന്നാൽ നമുക്ക് ഒരു വാക്കും കൂടെ പഠിക്കണം. എന്താണ് എന്ന് ചോദിച്ചാൽ ലെൻഡിസെല്ലുകൾ എന്ന് പറയും. ഓക്കെ, ലെൻഡിസെൽസ് എന്ന് പറയും. ലെൻഡിസെല്ലുകൾ എന്ന് പറയുന്നത് ഉണ്ട്. അപ്പൊ ആസ്യരന്ധ്രങ്ങൾ കൂടുതലായിട്ട് കാണുന്നതും അല്ലെങ്കിൽ ലെൻഡിസെല്ലുകൾ കാണപ്പെടുന്നത് എവിടെയെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ധർമ്മം എന്താന്ന് പറഞ്ഞോട്ടെ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ ഓക്സിജൻ, ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളാനായിട്ട് ഉപയോഗിക്കുന്നത് ആസ്യരന്ധ്രങ്ങളും ലെൻഡിസെല്ലുകളാണ്. ഓക്കെ, ആസ്യരന്ധ്രങ്ങളും ലെൻഡിസെല്ലുകളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ്യരന്ധ്രങ്ങൾ എവിടെ കാണുന്നു എന്ന് നമ്മൾ പറഞ്ഞു? ഇലകളിൽ കാണുന്നു എന്ന് പറഞ്ഞു. ചില സമയത്ത് ചില സസ്യങ്ങളുടെ കാണ്ഡത്തിലും കാണും എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, എന്നാൽ ലെൻഡിസെല്ലുകൾ കാണുന്നത് കാണ്ഡത്തിലാണ്. ഓക്കെ, ലെൻഡിസെല്ലുകൾ കാണുന്നത് ാണ് എന്ന് ഓർത്ത് വെക്കാം. നമ്മൾ ഈ തേക്കിന്റെ മരമൊക്കെ കാണുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് കരയുന്നത് പോലെ ഫീൽ ചെയ്യും. അതായത് ആ ചില മുട്ടുഭാഗത്ത് നിന്ന് ചില ജലം വെളിയിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് എന്താണെന്ന് ചോദിച്ചാൽ അത് ലെൻഡിസെല്ലുകളാണ്. ഓക്കെ, അപ്പൊ അത് ലെൻഡിസെല്ലുകളാണ്. അപ്പൊ ലെൻഡിസെല്ലുകൾ ശരിക്കും കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാണ്ഡത്തിലാണ്. ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇലകളിലാണ്. എന്തായാലും രണ്ടിന്റെ സ്വഭാവം ഏതാണ് എന്ന് ചോദിച്ചാൽ വാതക വിനിമയം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് സ്വീകരിക്കുക, ഓക്സിജൻ പുറത്തേക്ക് വിടുക. ഇതെല്ലാം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയും ലെൻഡിസെല്ലുകൾ വഴിയുമാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു സ്ട്രക്ചർ നിങ്ങൾ പഠിക്കേണ്ടത് ഹൈഡത്തോട്. എന്താണ് ഹൈഡത്തോട് എന്ന് പറയും? ഹൈഡത്തോഡ്സ് എന്ന് പറയും. ഇത് എവിടെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ? ഹൈഡത്തോടുകൾ എന്ന് പറയും. അപ്പൊ ഹൈഡത്തോട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എനിക്കും ഓർമ്മയിലുള്ള കാര്യമാണ്, നിങ്ങൾക്കും മധുരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ പണ്ട് പകൽ സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും അതിരാവിലെ എഴുന്നേറ്റിട്ട് പുൽവർഗ്ഗങ്ങളുടെ വേരുകളിൽ മഴത്തുള്ളി അല്ലെങ്കിൽ മഞ്ഞുതുള്ളി ഉണ്ടാവും അല്ലെ. ആ മഞ്ഞുതുള്ളി നിങ്ങൾ കണ്ണിലെടുത്ത് സുറുമ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കണ്ണിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, വിസർജ്യ വസ്തുക്കളാണ് നിങ്ങൾ കണ്ണിൽ എഴുതിയത്. ഓക്കെ, പുറത്തേക്ക് തള്ളിയ ജലം, അതായത് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കി വന്ന വസ്തുക്കൾ പുറത്തേക്ക് തള്ളിയതാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈഡത്തോടുകൾ എന്ന് പറയുന്ന സ്ട്രക്ചർ എവിടെ കാണുന്നു എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുൽവർഗ സസ്യങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയാണ്? പുൽവർഗ സസ്യങ്ങളിലാണ് ഹൈഡത്തോടുകൾ കാണുന്നത്. അതുപോലെ തന്നെ ചില കുറ്റിച്ചെടികളിലും കാണപ്പെടുന്നു. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുൽവർഗങ്ങളിൽ അല്ലെങ്കിൽ പുൽവർഗ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഏത് സ്ട്രക്ചർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ആസ്യരന്ധ്രവും ലെൻഡിസെല്ലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഏതാണ്? ഹൈഡത്തോടാണ്. അതുപോലെ തന്നെ കുറ്റിച്ചെടികളിലും കാണപ്പെടുന്നുണ്ട്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളായ ഹൈഡത്തോടുകളിൽ കൂടെയാണ് അധികം ജലം പുറന്തള്ളപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അധികമായിട്ടുള്ള ജലം പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇതും ഇലകളിൽ തന്നെയാണ് കേട്ടോ. ഇലകളിൽ തന്നെയാണ് ഈ ഹൈഡത്തോടുകൾ കാണപ്പെടുന്നത്. അതിൽ കൂടെ എന്ത് ചെയ്യുന്നു? അധികമായിട്ട് വരുന്ന ജലം പുറന്തള്ളപ്പെടുന്നത് ഹൈഡത്തോടുകളിൽ കൂടെയാണ്. അപ്പൊ പുൽവർഗ സസ്യങ്ങളാണെന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് കാതൽ രൂപീകരണം എന്ന് പറയും. ഓക്കെ, കാതൽ രൂപീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല കാതലുള്ള മരങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. ഫർണിച്ചർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മരം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരമൊക്കെ പോകുന്ന സമയത്ത് കാതലുള്ള ഭാഗങ്ങൾ, നല്ല കാതലുള്ള മരങ്ങളാണോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. കാതൽ കൂടുതലാണെങ്കിൽ അതിന് ആനുവൽ റിങ്സ് എന്നാ പറയുന്നത് അല്ലെ. അതിനകത്ത് കാതൽ രൂപീകരണത്തിനകത്ത് പറയുന്നതാണ്. ഓക്കെ, ആനുവൽ റിങ്സ് എന്നാ പറയുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഈ ഒരു റിങ്സിന്റെ എണ്ണത്തിന് വലിപ്പത്തിനൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പൊ
ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന വിസർജ്യ വസ്തുക്കളാണ്. അപ്പൊ ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. ഓക്കെ, അപ്പൊ കാതൽ രൂപീകരണം നടക്കുന്നത് ഏതിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംവഹന കലകളുണ്ട് അല്ലെ, 2 സംവഹന കലകൾ, സൈലവും ഫ്ലോയവും. അപ്പൊ ഇതിനകത്ത് ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ, ഏത് കുഴലുകളാണ്? സൈലം കുഴലുകൾ വന്നടിഞ്ഞിട്ടാണ് കാതൽ രൂപീകരണം നടക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയല്ലോ. നമുക്ക് വേണ്ടത് ആ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ ആ SCERT ഭാഗത്തു നിന്ന്. ഇനി അടുത്തത് ഇല കൊഴിയൽ പ്രക്രിയ. ഇതും ഏത് തന്നെയാണ്? സസ്യങ്ങളുടെ വിസർജനമാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സസ്യങ്ങളുടെ വിസർജനത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ പാർട്സുകളെ കുറിച്ചുമാണ്. ഇലകൾ വളർച്ചയെത്തി കൊഴിയാറാകുമ്പോൾ തന്നെ സസ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതൊക്കെ നിങ്ങൾ SCERT പഠിച്ച കാര്യമാണ്, ഞാൻ പുതിയതായിട്ട് പറഞ്ഞതല്ല. സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ നിന്ന് തിരിച്ചെടുക്കുന്നു അല്ലെ. ആവശ്യമായ ഘടകങ്ങൾ തിരിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏതും കൂടെ എടുക്കും? ക്ലോറോഫിൽ പിഗ്മെന്റും കൂടെ എടുക്കും. ഓക്കെ, ക്ലോറോഫിൽ പിഗ്മെന്റും കൂടെ എടുക്കും. കൊഴിയുന്ന ഇലയിൽ വിസർജ്യ വസ്തുക്കളാണ് കൂടുതലായി ഉണ്ടാവുക. ഓക്കെ, കൊഴിയുന്ന ഇലകളിൽ എന്ത് മാത്രമേ ഉള്ളൂ? വിസർജ്യ വസ്തുക്കൾ മാത്രമേ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇത് 4 കാര്യങ്ങൾ കിട്ടിയോ? ആസ്യരന്ധങ്ങൾ, ലെന്റിസെല്ല്, അതുപോലെ തന്നെ ഹൈഡത്തോട്, കാതൽ രൂപീകരണം നടക്കുന്ന സൈലത്തിലാണ്, ഇല കൊഴിയുന്ന സമയത്ത് ക്ലോറോഫിൽ പിഗ്മെന്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ, ആവശ്യമായ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇല തിരിച്ചെടുക്കും, എന്നല്ലെങ്കിൽ സസ്യം തിരിച്ചെടുക്കും എന്നൊക്കെ മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ആസ്യരന്ധങ്ങൾ, ലെന്റിസെല്ലുകൾ എവിടെ കാണുന്നു? ഹൈഡത്തോടുകൾ എവിടെ കാണുന്നു? കാതൽ രൂപീകരണം എവിടെയാണ് നടക്കുന്നത്? അതുപോലെ തന്നെ ഇലക്കൊഴിയൽ പ്രക്രിയ. ഓക്കെ ആണോ? നേരത്തെ ഒരുപാട് തമ്പ് വരുന്നുണ്ടായിരുന്നു, ഇപ്പൊ തമ്പിന്റെ എണ്ണമൊക്കെ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഉറങ്ങി വീണു എന്നാണ്. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാണ്ഡത്തിലുള്ള, താങ്ക് യു സോ മച്ച്, ഒരുപാട് തമ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉറങ്ങാതെ തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാണ്ഡത്തില് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെരിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, മെരിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവിധ തരത്തിലുള്ള മെരിസ്റ്റം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഈ കാണ്ഡത്തിന്റെ അഗ്രഭാഗത്ത്, കാണ്ഡത്തിന്റെയും അതുപോലെ തന്നെ വേരിന്റെയൊക്കെ അഗ്രഭാഗത്താണ് ഈ മെരിസ്റ്റം കൂടുതലായിട്ട് കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏതുള്ളത്? മെരിസ്റ്റം ഉള്ളത്. അപ്പൊ നമുക്കിവിടെ 3 തരത്തിലുള്ള മെരിസ്റ്റം ഒന്ന് പഠിച്ചാലോ? അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ മെരിസ്റ്റം എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും, അതായത് അഗ്രമെരിസ്റ്റം എന്ന് പറയും. അഗ്രമെരിസ്റ്റം എന്ന് പറയുന്ന മലയാള വാക്കിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട്. അഗ്രഭാഗത്ത്, ഏതിന്റെ അഗ്രഭാഗത്ത്? വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് നീളം കൂടാൻ സഹായിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ അഗ്രമെരിസ്റ്റമാണ്. ഓക്കെ, ഇനി അടുത്തത്, അപ്പൊ നമുക്ക് മനസ്സിലായാലോ അഗ്രം ഏതിന്റെ ആണെന്ന് മനസ്സിലായി, വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാൻ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് പാർശ്വമെരിസ്റ്റമാണ്, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ പാർശ്വം അല്ലെ. നമ്മുടെ പാർശ്വം എന്ന് പറയുന്ന സംഭവം നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അതും കാണ്ഡത്തിന്റെയും വേരിന്റെയും തന്നെയാണ്. നീളം കൂടാനല്ല സഹായിക്കുന്നത്, എന്താണ്? വണ്ണം വെക്കാനാണ് സഹായിക്കുന്നത്. സൈഡിലാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ സൈഡിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ, ഇതാ ഈ ഒരു സൈഡിലാണ് കാണപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ അതിന് എന്തെന്ന് പറയും? വണ്ണം വെക്കാനാണ് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പിക്കൽ മെരിസ്റ്റവും ലാറ്ററൽ മെരിസ്റ്റവും കാണുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളിൽ ആണ് എന്ന് ഓർത്തുവെക്കുക. നമ്മുടെ ഈ ഒരു അഗ്രമെരിസ്റ്റം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, മറ്റേതിനകത്തും കാണും. പക്ഷേ ഈ പാർശ്വമെരിസ്റ്റം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദ്വിബീജപത്ര സസ്യങ്ങൾ, ഡൈകോട്ടിലിഡൻസ് എന്ന് പറയും. ഓക്കെ, ഡൈകോട്ടിലിഡൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെ, നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ള എല്ലാ സംഭവങ്ങളിലെല്ലാം ഏത് വരും? ദ്വിബീജപത്രം, 2 കോട്ടിലിഡൻ ഉള്ള, ഡൈകോട്ടിലിഡൻ ഉള്ള എല്ലാ സസ്യങ്ങളിലും എന്താണ് കാണപ്പെടുന്നത്? എന്ത് കാണപ്പെടും എന്ന് ചോദിച്ചാൽ പാർശ്വമെരിസ്റ്റം കാണും. അങ്ങനെയാണെങ്കിൽ അപ്പൊ അഗ്രമെരിസ്റ്റം 2ലും കാണാം കേട്ടോ, കുഴപ്പമില്ല, 2ലും കാണാം. പക്ഷെ പാർശ്വമെരിസ്റ്റം കാണുന്നത് ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രമാണ് എന്ന് ഓർത്തു വെക്കാം, വണ്ണം വെക്കാനാണ്. ഇനി അടുത്തത് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്ന ഒരു മെരിസ്റ്റം കൂടെ നിങ്ങൾ പഠിക്കണം. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇന്റർ കാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം എന്ന് പറയും. ഇതും കാണ്ഡത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. നീളം കൂടാനാണ് ഇത് സഹായിക്കുന്നത്. പക്ഷേ ഇത് ഏകബീജപത്ര സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പർവാന്തരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം
നോഡൽ റീജിയൻ ആണ് അല്ലെ. നോഡ് എന്ന് പറയുന്നതാണ്, പർവ്വം എന്ന് പറയുന്നത് നോഡാണ്. ഈ രണ്ട് പർവ്വങ്ങൾക്ക് ഇടയിൽ കാണുന്ന സ്പേസ് അതാണ് പർവാന്തരം എന്ന് പറയുക അല്ലെ. അപ്പൊ ഈ രണ്ട് സ്പേസിൽ കാണുന്നത് അതാണ് പർവാന്തര മെരിസ്റ്റം. അപ്പൊ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ദ്വിബീജപത്ര സസ്യങ്ങളിൽ ഡൈക്കോട്ടിലിഡൻ ആയിട്ടുള്ള സസ്യങ്ങളിലാണ് ലാറ്ററൽ മെരിസ്റ്റം കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് ഏകബീജപത്രങ്ങളിൽ മോണോകോട്ടിലിഡൻസിനകത്താണ് ഏത് കാണുന്നത്, ലിന്റർ കാലറി മെരിസ്റ്റം കാണുന്നത്, പർവാന്തര മെരിസ്റ്റം കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. അഗ്രമെരിസ്റ്റം കാണുന്നത് വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം കൂടാനായിട്ട് സഹായിക്കുന്നു. പാർശ്വമെരിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാണ്ഡത്തിന്റെയും വേരിന്റെയും വണ്ണം വെക്കാനാണ് സഹായിക്കുന്നത്. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, അത് ദ്വിബീജപത്ര സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കാം. ഇനി പർവാന്തര മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം പോലെ തന്നെ സഹായിക്കുന്ന മറ്റൊരു മെരിസ്റ്റം, പക്ഷെ ഇത് വേരിൽ കാണില്ല, ഇത് കാണ്ഡത്തിലായിരിക്കും കാണുന്നത്. ഇത് ഏകബീജപത്രത്തിലാണ് കാണുന്നത്, ഏകബീജപത്ര സസ്യങ്ങളിലായിരിക്കും കാണുക. കാണ്ഡത്തിന്റെ നീളം കൂടാനാണ് സഹായിക്കുന്നത്. ഓക്കെ ആണോ? ഈ മൂന്ന് മെരിസ്റ്റം കിട്ടിയോ? എപ്പിക്കൽ മെരിസ്റ്റവും ലാറ്ററൽ മെരിസ്റ്റവും ഇന്റർകാലറി മെരിസ്റ്റവും ഓക്കെ ആയോ? ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നത്. അപ്പൊ 2 പോയിന്റുകൾ നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ അത് ചോദിക്കണമെന്നില്ല. പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത്, ഫലത്തിനുള്ളിലെ വിത്ത് മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നത്, നമുക്കറിയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിക്കുന്ന പ്രക്രിയയാണെന്ന് പറയുക, പ്രത്യുൽപാദനം എന്ന് പറയുക. ഓക്കെ, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്താ? പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? പൂക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്നറിയപ്പെടുന്നത് സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ. അപ്പൊ ഓർത്തു വെക്കുക, പൂക്കൾ എന്ന് പറയുന്നത് സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ അടുക്കള എന്ന് നമ്മൾ പഠിച്ചത്, കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്ന് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഇലകളായിരുന്നു. അപ്പൊ ഇതിനകത്ത് പൂക്കളാണ്, ഫ്ലവേഴ്സ് ആണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതാണ്? പൂക്കളാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഈ പൂക്കളിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെമ്പരത്തി പൂവാണ് പണ്ട് മുതലേ പഠിക്കാറുള്ളത് അല്ലെ. അതിനകത്ത് ചില വാക്കുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചെമ്പരത്തി പൂവ് എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ടുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് അറിയപ്പെടേണ്ടത് കേസരപുടമുണ്ട്, അതുപോലെ തന്നെ ദളമുണ്ട്, ജനിപുടമുണ്ട്, വിതളം, അതുപോലെ തന്നെ പുഷ്പാസനം, അതുപോലെ തന്നെ പൂഞ്ഞട്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഏതിനകത്തുള്ളത്? ഫ്ലവറിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ പഠിച്ചു പോകാൻ പോവാണ്. എന്താണ് കേസരപുടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്? അപ്പൊ കേസരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടി അല്ലെ. ആൻഡ്രീഷ്യം ആണ്, ആണ് എന്നൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അപ്പൊ കേസരി എന്നൊക്കെ ഓർത്ത് വെച്ചേ. അപ്പൊ പൂവിലെ ആൺലിംഗ അവയവമാണ് ഏതെന്ന് പറയുന്നത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, പൂവിലെ ആൺലിംഗ അവയവമാണ് ഏതെന്ന് പറയുന്നത്? ആൻഡ്രീഷ്യം ആണെന്ന് അറിയാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചാൽ പരാഗിയുമുണ്ട്, തന്തുകവും ചേർന്നതാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ അവിടെ പരാഗിയുമുണ്ട്, തന്തുകവും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊന്ന് നോക്കിക്കേ, ജനിപുടം അല്ലെ, ജനനി അല്ലെങ്കിൽ ജനി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം പെൺലിംഗ അവയവം അല്ലെ. പെൺ എന്ന് പറയുന്ന ഒരു വാക്ക് അതിനകത്ത് തന്നെയുണ്ട്, അമ്മ എന്നൊക്കെ പറയുന്നത് നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ പൂവിലെ പെൺലിംഗ അവയവമാണ് എന്ന് പറയുന്നത് ഗൈനീഷ്യം. അപ്പൊ ഗൈനീഷ്യത്തിനകത്ത് ജി വരുമ്പോൾ നമ്മൾ ഗേൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഗൈനീഷ്യം അല്ലെങ്കിൽ ജനിപുടം പൂവിലെ എന്താണ്? പെൺലിംഗ അവയവമാണ്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ഡുണ്ട്, അണ്ടാശയമുണ്ട്. അപ്പൊ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഓവറി അല്ലെ, അണ്ടാശയം എന്ന് പറയുന്നത് എവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ അത് ഗൈനീഷ്യത്തിലാണ്. അതെവിടെയാണ്? ഗൈനീഷ്യത്തിലാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഗൈനീഷ്യത്തിലാണെന്ന് ഓർത്തു വെക്കാം. ഇനി തലാമസ് എന്ന് പറയുന്ന ഈ ഭാഗം, നിങ്ങൾ ഈ പിന്നെ എന്താണ് ചെമ്പരത്തി പൂവിന്റെ ഈ ഭാഗം കണ്ടിട്ടുണ്ട് അല്ലെ. ഇതിനെ നമ്മൾ പറയുന്നത് പുഷ്പാസനം എന്നാണ്. തലാമസ്
പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് ഏത് ഭാഗം എന്ന് ചോദിച്ചാൽ അത് പുഷ്പാസനമാണ്. ഓക്കെ, ഇനി അടുത്തത് കളറുള്ള ഭാഗം. നമുക്കറിയാം ദളങ്ങളാണ് കളറുള്ള ഭാഗം അല്ലെ. ഓക്കെ, അപ്പൊ അതിനകത്ത് ദളം, ഒരു ദളം മാത്രം എന്നൊക്കെ നമ്മൾ പാടി നടക്കുമ്പോൾ കളറുള്ള ഭാഗം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പൂവിനെ അത്രമാത്രം വർണ്ണിക്കുന്നത് അല്ലെ. ദളങ്ങൾ അല്ലെ, ആ ദളം എന്ന് പറയുന്നത്. അപ്പൊ ദളം എന്ന് പറയുന്ന കളറുള്ള കൊറോള എന്ന് ഓർത്ത് വെച്ചേ, കൊറോളയാണ് നമ്മൾ ദളം എന്ന് പറയുന്നത്. അപ്പൊ പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നത് ഏതാണ്? ദളമാണ് എന്ന് ഓർത്തു വെക്കാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഞാൻ എന്തായാലും ഈ നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ റെക്കോർഡിങ്സും ഷെയർ ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് പൂഞ്ഞെട്ടാണ്. പെഡിസെൽ എന്ന് പറയും. ഓക്കെ, പൂഞ്ഞെട്ട് എന്ന് പറയുന്നത് പെഡിസെൽ ആണ് എന്ന് ഓർത്തു വെക്കുക. പെഡിസെൽ എന്ന് പറയുന്നത് പൂഞ്ഞെട്ട് അല്ലെ, നമ്മള് പൂവിനെ പിടിച്ചു നിർത്തുക. അപ്പൊ പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഏതാണ്? ഈ പൂഞ്ഞെട്ടാണ്. അപ്പൊ ഇതിനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിലും ചില സമയത്ത് PSC കളിക്കുന്ന ഒരു കളിയുണ്ട്. എന്താ കളി എന്ന് അറിയല്ലേ? അവിടെ പൂഞ്ഞെട്ട് എന്ന് ചോദിക്കണമെന്നില്ല, പെഡിസെൽ എന്ന് തന്നെ ചോദിക്കും. കാരണം SCERT-ക്കകത്ത് ഇംഗ്ലീഷും മലയാളം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ പൂഞ്ഞെട്ട് എന്ന് മലയാളത്തിൽ ചോദിക്കുന്നില്ല, പെഡിസെൽ എന്ന് തന്നെ മലയാളത്തിൽ തന്നെ അങ്ങനെ തന്നെ എഴുതണമെന്ന് എഴുതി കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെഡിസെൽ പിടിക്കാനായിട്ട്, പിടി എന്ന് ഓർത്തു വെച്ചാൽ മതി. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നത് പെഡിസെല്ലാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ ദളം എന്ന് പറഞ്ഞു അല്ലെ. ദളം എന്ന് പറയുന്നത് കളറുള്ളതാണ്, കൊറോളയാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിദളം എന്ന് പറയുന്നത് കാലിക്സ് ആണ്. ഈ ദളത്തിനെ മുട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നതാണ് വിദളം. ഓക്കെ, കാലിക്സ് എന്ന് പറയുന്നത് ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭാഗങ്ങൾ ഏതൊക്കെ പഠിച്ചു? കേസരപുടം, ജനിപുടം, പുഷ്പാസനം, ദളം, പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പെഡിസെല്ല, അതുപോലെ തന്നെ കാലിക്സ്, വിദളം. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് പൂക്കൾ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് വരാം. അപ്പൊ അതിനകത്ത് ചോദിക്കാനുള്ള കാര്യം, ജനിപുടം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോകുന്നു അല്ലെ. അപ്പൊ അവിടെ പെൺലിംഗ അവയവമാണ് എന്ന് നമ്മൾ പഠിച്ചു. ജനിപുടം എന്ന് പറയാം, ഗൈനീഷ്യം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പോയിന്റ് ഇവിടെ SCERT-യിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒളിഞ്ഞല്ല, നമ്മൾ പഠിച്ചു പോയത് തന്നെയാണ്. ഇതിനകത്ത് നമുക്കറിയാം അണ്ഡാശയം, ഓവറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓവറിക്കകത്താണ് ഓവ്യൂൾ ഉള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി PSC-യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതാണ്, അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത് എന്നുള്ളത് അല്ലെ. എഗ് സെൽസ് കാണുന്നത് എവിടെയാണ്? ഓവ്യൂളിനകത്താണ്. അപ്പൊ അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്താണ് അണ്ഡം കാണപ്പെടുന്നത് എന്നും കൂടെ പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഓവറിക്കകത്തുള്ള ഓവ്യൂളിനകത്താണ് എഗ് സെൽസ് കാണപ്പെടുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ എക്സാമിന്റെ സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ഇനി അടുത്ത കേസരപുടത്തിലും അതുപോലെ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പരാഗി, പോളൻ ഗ്രെയിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേമൻ അല്ലെ, തന്തുകം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. അവിടുത്തെ നമ്മൾ ഈ പറയുന്ന പുംബീജം എന്ന് പറയുന്ന സംഭവം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് അല്ലെ. അതായത് പോളൻ ഗ്രെയിൻസിലാണ് ഏത് കാണപ്പെടുന്നത്? പുംബീജം കാണപ്പെടുന്നത് എന്ന് ഓർത്തു വെക്കാം. ഈ 2 പോയിന്റ്സ് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇതിനകത്ത് അണ്ഡം എന്ന് പറയുന്നത് നമുക്കറിയാം എഗ് സെൽസ് അല്ലെ, അത് എന്താണ്? ജനിപുടത്തിനകത്താണ് കാണുന്നത്. പുംബീജം കാണുന്നത് കേസരപുടത്തിലാണ് കാണുന്നത്. ഇനി നിങ്ങളെ കൺഫ്യൂഷൻ അടുപ്പിക്കുന്നതും പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പഠിച്ചു പോവാം. ഒരേ പൂവിൽ തന്നെ കേസരപുടവും കാണും, ജനിപുടവും കാണും. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഒരേ പൂവിൽ തന്നെ, ഒരേ പൂവിൽ, നമ്മുടെ ചെമ്പരത്തി പൂ പറഞ്ഞു അല്ലെ, ജനിപുടവും കാണും, കേസരപുടവും കാണും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ദ്വിലിംഗ പുഷ്പം അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയാം. ഓക്കെ, എന്താണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്? നമ്മൾ ഫ്ലവേഴ്സ് എന്നല്ല പറഞ്ഞത് അല്ലെ, ബൈസെക്ഷൽ ഫ്ലവർ. ആ ഒരു ഫ്ലവറിനകത്ത് തന്നെ 2 സെക്സും വരിക. ഓക്കെ, ദ്വിലിംഗ പുഷ്പം, ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും വരിക. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നോക്കിക്കേ, കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണപ്പെടുന്നതെങ്കിൽ
അതിനെ നമുക്ക് പറയപ്പെടുന്നത് ഏകലിംഗ പുഷ്പം. ഇവിടെ ഫ്ലവർ എന്ന് തന്നെയാണ്. ആ ഫ്ലവറിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ലിംഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ കേസരപുടം കാണും, അല്ലെങ്കിൽ ഒന്നുകിൽ ജനിപുടം കാണും. രണ്ടും കൂടെ കാണില്ല. അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കാം? യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കാം, ഏകലിംഗ പുഷ്പം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞത് ഫ്ലവറിനകത്തുള്ള കാര്യമാണ്, അല്ലെ, പൂക്കളിലുള്ള കാര്യമാണ്. ഇനി ചെടികളിലേക്ക് വരാം നമുക്ക്. ഓക്കെ, ചെടികളിലേക്ക് വരാം. നമ്മളിപ്പോ പറഞ്ഞ പൂക്കളുടെ കാര്യമാണ്. പൂക്കളിനകത്ത് നമ്മൾ ബൈസെക്ഷൽ ഫ്ലവറും പറഞ്ഞു, യൂണിസെക്ഷൽ ഫ്ലവറും പറഞ്ഞു. അപ്പൊ ബൈസെക്ഷലിനകത്ത് കേസരപുടവും ഉണ്ട്, ജനിപുടവും ഉണ്ട്. എന്നാൽ യൂണിസെക്ഷലിനകത്ത് കേസരപുടവും, ഒന്നുകിൽ കേസരപുടവും കാണും, അല്ലെങ്കിൽ ജനിപുടം കാണും. ഓക്കെയാണ്. ഇനി നമുക്ക് ആൺപൂവിനെ കുറിച്ചും പെൺപൂവിനെയും കുറിച്ചും പറയാം. ഇനി ചെടികളിലേക്ക് വരുമ്പോ കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കൾ എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. കേസരപുടം മാത്രമുള്ളതിനെ നമുക്ക് ആൺപൂക്കൾ എന്നും, ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളും ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ പൂക്കളിൽ തന്നെയാണ് നമ്മളിപ്പം നിൽക്കുന്നത്. അപ്പോ എന്താണ്? കേസരപുടം മാത്രമുള്ളതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആൺപൂക്കൾ എന്ന് വിളിക്കാം. ജനിപുടം മാത്രമുള്ളതിനെ പെൺപൂക്കൾ എന്ന് വിളിക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിനകത്ത് ഈ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. മത്തൻ, വെള്ളരി, പാവൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പാവലിനെ കുറിച്ച്. പടവലം, കുമ്പളം, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയവയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാവലാണെങ്കിലും ശരി, ഒരു ചെടിയാണേ, അതിനകത്ത് എന്തുണ്ട്? പെൺപൂവും ആൺപൂവും ഉണ്ട്. മത്തൻ, വെള്ളരി, കുമ്പളം, തെങ്ങൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആൺപൂവും ഉണ്ട്, പെൺപൂവും ഉണ്ട്. നമുക്കറിയാം തെങ്ങിന്റെ മൂട്ടിൽ കൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ ആൺപൂക്കളായിരിക്കും, അല്ലെ. ആൺപൂക്കളായിരിക്കും. നമുക്ക് തേങ്ങയായിട്ട് മാറുന്നതാണ് പെൺപൂവ് ഫലമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ തേങ്ങയായിട്ട് മാറുന്നത്, ശരിക്കും തേങ്ങയായിട്ട് മാറുന്നത് പെൺപൂവാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് പാവലിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കഷ്ടപ്പെട്ട് നോറ്റ് വളർത്തിയെടുക്കുന്ന പാവലിനകത്ത് പൂവൊക്കെ വന്നിട്ട് ആ പൂവ് കൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും, അല്ലെ. അപ്പൊ അത് എന്താണ്? ആൺപൂക്കളായിരിക്കും. ഓക്കെ, പെൺപൂ പൊഴിഞ്ഞു പോകുന്നല്ല, ആൺപൂക്കൾ മൊത്തത്തിൽ അങ്ങ് പൊഴിഞ്ഞു പോകും. പക്ഷെ പെൺപൂവിന്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നമുക്ക് ആ പാവല് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതൊക്കെ ആൺപൂവും പെൺപൂവും കാണുന്ന എന്താണ്? സസ്യങ്ങളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ആൺമരവും പെൺമരവും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ആൺമരവും പെൺമരവും. നമ്മൾ പറഞ്ഞത് ഈ പാവലും പടവലവും കുമ്പളവും തെങ്ങും ഒക്കെ ഒരു മരത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു മരത്തിൽ അല്ലെങ്കിൽ ഒരു സസ്യത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി രണ്ടും രണ്ടായാലോ, ആൺമരവും പെൺമരവും വേറെ വേറെ ഉണ്ടെങ്കിലോ? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പപ്പായ, അല്ലെ, പപ്പങ്ങ. നിങ്ങൾ അവിടെ ഈ പറയുന്ന പോലെ പലയിടത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. കപ്പളങ്ങയെന്നും, അല്ലെ, ഈ പറയുന്ന പോലെ എന്താണ് കർമൂസ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് നമുക്കറിയാം, നമ്മൾ ഇതുപോലെ നട്ടു വളർത്തി ഓക്കെ ആയിട്ട് വരുമ്പോൾ അത് ആൺ പപ്പായ ആയിട്ട് മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ആൺമരവും പെൺമരവും എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ SCERT എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചാലോ? അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് കുടപ്പന, ഓക്കെ, കുടപ്പന, കുടംപുളി, അതുപോലെ തന്നെ ജാതി. എന്തൊക്കെയാണ്? കുടപ്പന, കുടംപുളി, ജാതി. അപ്പൊ ഈ മൂന്നെണ്ണം ഒന്ന് പഠിച്ചേക്കാം. ഇതിനകത്ത് ആൺമരവും പെൺമരവും ഉണ്ട്. അപ്പൊ കുടംപുളി, ജാതി ഇതൊക്കെ പ്രീവിയസ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് ഒക്കെ. കുടപ്പന എന്ന് പറയുന്നതിനകത്ത് എന്താണ്? ആൺമരവും പെൺമരവും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യമുണ്ട്. അപ്പൊ അതിനകത്ത് കുടപ്പന, ഓക്കെ. അതുപോലെ തന്നെ ജാതിക്ക, അതിനകത്തും എന്തുണ്ട്? ആൺമരവും പെൺമരവും ഉണ്ട്. അതുപോലെ തന്നെ കുടംപുളി, ഓക്കെ, ഇതിനകത്തും ആൺമരവും പെൺമരവും ഉണ്ട് എന്ന് ഓർത്തു വെക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രവും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവുമായിരിക്കും കാണുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി ഈ ഒരു പൂവിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കണം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്. ചേനയുടെ പൂവ്, അല്ലെ, നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലരൊക്കെ ഇതെടുത്ത് തോരനൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ചേനയുടെ പൂവ്, ഓക്കെ. അപ്പൊ ഈ ചേനപ്പൂവ് അത് ഭയങ്കര നാറ്റമാണ്, അല്ലെ. ചേനപ്പൂവിന്റെ ഗന്ധം അനുഭവിച്ചിട്ട് അഴുകി കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കറിയാം, പോക്കാണ്, അല്ലെ. അപ്പൊ ഈ ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കണേ, ഈച്ചകളാണ്. ഓക്കെ, ഈച്ചകളാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പം ചേനയിലും ചേമ്പിലുമൊക്കെ പരാഗണം നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. ഈച്ചകളാണ് എന്ന് ഓർത്തു വെക്കുക, ഈച്ചകളാണ്. ഇനി ഈച്ചകൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്ഷനകത്ത് ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ഒച്ച്. ഓക്കെ, നമുക്ക് SCERT-ക്കകത്ത് പറയുന്നത് ഈച്ചകളാണ്. ഈച്ചകൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം ഏതിനെ കുറിച്ച് തപ്പുക? ഒച്ചുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഈച്ചകൾ ഉണ്ടെങ്കിൽ, ഈച്ചയും ഒച്ചും ഉണ്ടെങ്കിൽ ഏതെടുക്കുക? ഈച്ച എടുക്കുക. ഓക്കെ, ഈച്ചകളാണ് ചേനയിലും ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ടെണ്ണം കൂടെ ഒന്ന് പഠിച്ചാലോ? നെൽച്ചെടിയുടെ പൂവിലും കുരുമുളകിലും പരാഗണം നടക്കുന്നത് എങ്ങനെയെന്നാണ്. ശ്രദ്ധിച്ചേ,
കാറ്റ്, ജലം എന്നിവയും പരാഗണകാരികളാണ്. അപ്പൊ ഇതിനകത്ത് പരാഗണം നടത്തുന്നതിന് സഹായിക്കുന്നത് കാറ്റ്, കാറ്റിൽ കൂടെ പരാഗണം നടക്കുന്നു. ജലം എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെല്ല്, ഗോതമ്പ്, ഗോതമ്പ്, ചോളം, കരിമ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ കരിമ്പിന് ഒരു വിശേഷണം പറഞ്ഞു അല്ലെ, സുക്രോസ്, അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് കരിമ്പ് എന്ന് പറഞ്ഞു. അപ്പൊ നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്, ഇതിൽ പരാഗണം നടക്കുന്നത് കാറ്റു വഴിയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കരിമ്പിൽ എങ്ങനെയാണ് പരാഗണം നടക്കുന്നത്? കാറ്റു വഴിയാണ്. അതുപോലെ തന്നെ അടുത്ത ഏതാണ്? നെല്ല്, ഗോതമ്പ് എന്നിവയിലൊക്കെ, അല്ലെങ്കിൽ ചോളം, കരിമ്പ്, ഇതിലൊക്കെ എങ്ങനെയാണ് പരാഗണം നടക്കുന്നതെന്ന് ചോദിക്കാം. അത് കാറ്റു വഴിയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുരുമുളക് ചെടിയില് ജലമാണ് പരാഗണകാരി. ഓക്കെ, ജലമാണ് എന്ന് ഓർത്തു വെക്കാം. പക്ഷെ ജലമല്ല, പ്രീവിയസില് വന്ന ക്വസ്റ്റ്യനകത്ത് മഞ്ഞുതുള്ളിയുടെ സഹായത്തോടെ പരാഗണം നടത്തുന്നത് ഏത് സസ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കുരുമുളകാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ കാറ്റിൽ കൂടെ എന്ന് ചോദിക്കുമ്പോൾ നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. എന്നാൽ മഞ്ഞുതുള്ളിയിലൂടെ എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്? കുരുമുളകാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെ, ശരി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? സ്പീഡ് കൂടി പോകുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ ഉണ്ട്, മനസ്സിലാവുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരാഗണത്തിനെ കുറിച്ച് പറഞ്ഞു, പരാഗണകാരികളെ കുറിച്ചും പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് ചേനയും ചേമ്പിനകത്തും നമ്മൾ ഈച്ചകളാണെന്ന് പറഞ്ഞു. ചോളം, നെല്ല്, ഗോതമ്പ് അല്ലെങ്കിൽ കരിമ്പ് ഇതിനകത്ത് കാറ്റ് വഴിയെന്നും, അതുപോലെ തന്നെ നമ്മൾ കുരുമുളകിനകത്ത് മഴത്തുള്ളിയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, സ്വപരാഗണവും പരപരാഗണവും. ഓക്കെ, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. എന്താണ് സെൽഫ് പോളിനേഷൻ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൽഫ് പോളിനേഷൻ 2 തരത്തിൽ നടക്കാം, പരപരാഗണം ഒരു തരത്തിലാണ്. ഓക്കെ, അതിനകത്ത് എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് ഒരു സസ്യത്തിലെ ഒരു പൂവിൽ തന്നെ നടക്കും. ഒരു പൂവിൽ തന്നെ നടക്കുന്നത് സെൽഫ് പോളിനേഷൻ ആണ്, സ്വപരാഗണം തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു സസ്യത്തിൽ തന്നെ 2 പൂക്കളിൽ നടക്കാം. ഓക്കെ, 2 പൂക്കളിൽ നടക്കുന്നതാണ്, പക്ഷെ ഒരു സസ്യത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്വയം ആയിട്ട് നടക്കുന്നതാണ് അല്ലെ, സ്വപരാഗണമാണ്. എന്നാൽ പരപരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സസ്യങ്ങൾ തമ്മിലാണ്. ഓക്കെ, അത് ഓർത്തു വയ്ക്കുക. ക്രോസ് പോളിനേഷൻ എപ്പോഴും നടക്കുന്നത് 2 സസ്യങ്ങൾ വഴിയായിട്ടായിരിക്കും എന്ന് ഓർത്തു വയ്ക്കുക. എന്നാൽ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് ഒരു സസ്യത്തിലായിരിക്കും. ഇത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കരുത്. ഒരു സസ്യത്തിലെ 2 പൂക്കൾ തമ്മിലാണ് എന്ന് പറഞ്ഞാൽ അത് ക്രോസ് പോളിനേഷൻ ആണെന്ന് പറയരുത്. അത് സ്വപരാഗണം തന്നെയാണ്, സെൽഫ് പോളിനേഷൻ ആണ്. കാരണം ഒരു സസ്യത്തിൽ തന്നെയാണ്. എന്നാൽ 2 സസ്യങ്ങളിലെ 2 പൂക്കളാണ് അല്ലെ. അപ്പൊ അതാണെങ്കിൽ എന്താണ്? പരപരാഗണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയാലോ? ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഈ പിക്ചറിൽ കൂടെ തന്നെ നിങ്ങൾ പഠിപ്പിച്ചു പോകുന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത് വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുക. ഇനി സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇലയിൽ നിന്നാണെങ്കിലോ അതിനെ നമുക്ക് കായിക പ്രജനനം എന്ന് പറയാം, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ വിത്തിൽ നിന്നാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ തണ്ട്, വേര്, ഇല, ഇതിൽ നിന്നൊക്കെ ആണെങ്കിൽ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇടവിള കൃഷി അല്ലെ, ഇന്റർക്രോപ്പ് എന്ന് പറയുന്ന കാര്യവും വിളപരിയം, ക്രോപ്പ് റൊട്ടേഷൻ എന്താണ്. അപ്പൊ ഈ 2 ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഒന്നാമത്തത് ഇടവിള. ഇടവിള എന്ന് പറയുമ്പോൾ എന്താണ്? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയാം. അപ്പൊ ഇടവിള എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഷോർട്ട് ടേമിൽ വളർത്താൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഹ്രസ്വകാല വിളകളാണ്. അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാന വിളകൾക്കിടയിലാണ് ഈ ഇന്റർക്രോപ്സ് നമ്മൾ വളർത്തുന്നത്. അതുപോലെ തന്നെ ഹ്രസ്വകാല വിളകളാണ് എന്ന് മനസ്സിലാക്കുക. ഇത് എന്തിനാണ് ഇതിന്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താനാണ് ഇത് സഹായിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റർക്രോപ്പ് എന്ന് പറയും. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിളപരിയം എന്ന് പറയും, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും അല്ലെ. ഒരു കൃഷിക്ക് ശേഷം
അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുക, വിളപര്യം എന്ന് പറയുക. ഇതിന് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഇത് നെൽപ്പാടത്ത് പയറ്, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതിനകത്ത് നെല്ലല്ല, നെല്ല് ഉഴുത് മീൻസ് ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, പയറൊക്കെ ഇടാറുണ്ട് അല്ലെ. പയറൊക്കെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ പയറിട്ടതിന്റെ ഗുണം എന്താണ്, ഇതിന് ഉഴുത് ചേർക്കും. ഉഴുത് ചേർക്കുമ്പോൾ നൈട്രജൻ കണ്ടന്റ് കൂടുതലായിട്ട് മണ്ണിന് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഉഴുത് ചേർക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഇടവിള, എന്താണ് വിളപര്യം എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയല്ലോ. ഓക്കെയാണേ. ഇനി ശ്രദ്ധിക്കേണ്ട 3-4 പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ. 3-4 പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആഹാരത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചന്ദനം. ഓക്കെ, ചന്ദനം വേണം. അതുപോലെ തന്നെ മോണോട്രോപ്പ. ഓക്കെ, മോണോട്രോപ്പ എന്ന് പറയുന്ന ഒരു സസ്യത്തെ കുറിച്ച് പഠിക്കണം. ഇത്തിൽ ചെടിയെ കുറിച്ച് പഠിക്കണം. മൂടില്ലാത്ത ആളിയെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഹാരത്തിന് വേണ്ടി മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പരാതം അല്ലെ. പരാതം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്, പരാത സസ്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്ദനം എന്ന് പറയുന്നത് ഒരു പരാത സസ്യമാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടത് ഒരു പരാത സസ്യമാണ്. ഓക്കെ, ഒരു പാരസിറ്റിക് പ്ലാന്റ് ആണ്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴും അല്ല കേട്ടോ. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മാത്രം മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തുന്ന സസ്യമാണ്. അതൊരു പാർഷ്യൽ ആയിട്ടുള്ള ഒരു പാരസൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ചന്ദനം എന്ന് പറയും. അതുപോലെ തന്നെ മോണോട്രോപ്പ എന്ന് പറയുന്ന ഒരു സസ്യം ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന സാപ്രോട്രോപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സസ്യമാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. ഓക്കെ, മോണോട്രോപ്പ എന്ന് പറയുന്നത് എന്താണ്, ജീർണിച്ച ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന ഒരു സസ്യമാണ്. ഓക്കെ, അതൊരു പരാത സസ്യമാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇത്തിൽ ചെടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലൊറാന്തസ്, ഇത്തിൽ അല്ലെ, ഇത്തിൽ കണി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇത് പാർഷ്യൽ പാരസൈറ്റ് ആണോ, ഫുൾ ആയിട്ടുള്ള കംപ്ലീറ്റ് പാരസൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, അർദ്ധ പരാതമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൂർണ്ണ പരാതമാണോ എന്ന് ചോദിച്ചാൽ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്തിൽ ചെടി എന്ന് പറയുന്നത് അർദ്ധപരാതമാണ് എന്ന് ഓർത്തുവെക്കാം. ഓക്കെ, പാർഷ്യൽ പാരസൈറ്റ് ആണ്, ഓർത്തുവെക്കാം. അർദ്ധപരാതമാണ് എന്ന് ഓർത്തുവെക്കാം. അപ്പൊ അവിടെ ഫോട്ടോസിന്തസിസ് അത് നടത്തുന്നുണ്ട്. കാരണം അതിന് ഇലകളൊക്കെ ഉണ്ട്, പച്ച നിറത്തിലുള്ള ഇല തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഫോട്ടോസിന്തസിസ് നടത്തുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, അത് നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന സംഭവം അല്ലെ. അത് കസ്ക്യൂട്ടയാണ്. മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന ഈ ചെടികളിലൊക്കെ ഈ വള്ളികൾ പോലെ മാത്രം കാണുന്നത്, അതിന് ഇലകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ എന്തെന്ന് വിളിക്കാൻ, നമുക്ക് കംപ്ലീറ്റ് പാരസൈറ്റ് ആണ്, പൂർണ്ണ പരാതമാണ് ഏതെന്ന് പറയേണ്ടി വരും. നമ്മുടെ ഈ കസ്ക്യൂട്ട എന്ന് പറയുന്നത്, മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത് പൂർണ്ണ പരാതമാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്തിൽ ചെടി എന്ന് പറയുന്നത് അർദ്ധപരാതമാണ്, ചന്ദനം എന്ന് പറയുന്നത് അർദ്ധപരാതമാണ്, മോണോട്രോപ്പ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണ പരാതം തന്നെയാണ്, മൂടില്ലാത്ത ആളി എന്ന് പറയുന്നത് പൂർണ്ണ പരാതമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സസ്യലോകത്തെ ഇരപിടിയന്മാരെ കുറിച്ചാണ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയും. ഓക്കെ, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ സസ്യലോകത്തെ ഇരപിടിയന്മാർ, നിങ്ങൾ ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, വീനസ് ഫ്ലൈ ട്രാപ്പ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ ഇൻസെക്ടിവോറസ് ഇരപിടിയൻ സസ്യത്തിനകത്ത് വരുന്നതാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അതുപോലെ തന്നെ സൺഡ്യൂ ചെടി. ഓക്കെ, സൺഡ്യൂ ചെടി എന്ന് പറയുന്നതും ഏതാണ്? ഇൻസെക്ടിവോറസ് ആണ്. അതുപോലെ തന്നെ പിച്ചർ ചെടി എന്ന് പറയുന്നതും ഇൻസെക്ടിവോറസ് ആണ്. രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. എന്നാലും ഡ്രോസീറ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുക. ഇതിനകത്തൊക്കെ സൺഡ്യൂ ചെടിയെന്നോ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നോ പിച്ചർ ചെടിയൊന്നും കാണില്ല. അപ്പം ഡ്രോസീറ എന്ന് പറയുന്ന ഒരു പേരായിരിക്കും കാണുന്നത്. ഒരു പ്രാവശ്യം PSC ചോദിച്ചപ്പോ അതിനകത്ത് സൺഡ്യൂ ചെടിയെന്നോ വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നോ പിച്ചർ ചെടിയെന്നോ ഇല്ല. ഇരപിടിയൻ സസ്യത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിക്കുകയും പല സസ്യങ്ങൾ കൊടുക്കുകയും അതിന്റെ കൂടെ ഡ്രോസീറ എന്ന് പറയുന്ന ഒരു പേരുണ്ട്. ഈ സൺഡ്യൂ ചെടി എന്ന് പറയുന്നത് ഏത് ഫാമിലിക്കകത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ ഡ്രോസീറേസിയ എന്ന് പറയുന്ന ഫാമിലിക്കകത്താണ്. അപ്പൊ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ സൺഡ്യൂ ചെടി എന്നായിരിക്കില്ല ചോദിക്കുന്നത്, ഡ്രോസീറ എന്നായിരിക്കും ചോദിക്കാം. ഓക്കെ ആണല്ലോ. സൺഡ്യൂ ചെടി എന്നായിരിക്കില്ല, ഡ്രോസീറ എന്നായിരിക്കും ചോദിക്കാം. അതുപോലെ തന്നെ പിച്ചർ ചെടി എന്ന് ചോദിക്കില്ല, അതിന് പകരം ചോദിക്കുന്നത് നെപ്പന്തിസ് എന്നായിരിക്കും. ഓക്കെ, നെപ്പന്തിസ് എന്നായിരിക്കും. ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന പേര്, നെപ്പന്തിസ് എന്നാണ്. അപ്പൊ പിച്ചർ ചെടിയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഏതാണ്? നെപ്പന്തിസ് എന്നാണ്. ഓക്കെ, നെപ്പന്തിസ്. അപ്പൊ വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി, അതുപോലെ തന്നെ പിച്ചർ ചെടി, നെപ്പന്തിസ് എന്ന് പറയുന്നു.
അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവൻ എന്തിനാ ഇര പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനായിരിക്കും ഇര പിടിക്കുന്നത്? കാരണം ഈ സസ്യമെല്ലാം നോക്കുമ്പോൾ പച്ച കളറിലാണ് കാണപ്പെടുന്നത്, ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്താം. പിന്നെ എന്തിനാ ഇവൻ ഇര പിടിക്കാൻ നടക്കുന്നത്? ഈ പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. അപ്പൊ നമുക്കറിയാം ഒരു സസ്യത്തിന് വളരാൻ വേണ്ടത് NPK എന്ന് പറയുന്ന പോഷകമാണ്, അല്ലെ? നൈട്രജൻ, അതുപോലെ തന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പൊ NPK എന്ന് പറയും. ഓക്കെ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അപ്പൊ NPK ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, NPKക്കകത്ത് താഴേക്കുള്ള വേരിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. ഓക്കെ, നൈട്രജൻ ആണ് എന്ന് ഓർത്തു വയ്ക്കാം. മുകളിലേക്കുള്ളത് ആരെന്ന് ചോദിച്ചാൽ അത് ഫോസ്ഫറസ് ആണ് എന്ന് ഓർത്തു വയ്ക്കാം. പൊട്ടാസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓവറോൾ ഗ്രോത്ത് ആണ് പൊട്ടാസ്യം എന്ന് പറയുന്നത്. ഓക്കെ, പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രാവശ്യം പ്രീവിയസ് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് കഴിയുമ്പോൾ, ഒരു സസ്യത്തിന്റെ ഹാർവെസ്റ്റിംഗ് കഴിയുമ്പോൾ, ഓക്കെ, വിളവെടുപ്പ് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് നഷ്ടമാകുന്ന ഏറ്റവും അധികമായിട്ട് നഷ്ടമാകുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് N ആണോ, P ആണോ, K ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും കൂടുതലായിട്ട് നഷ്ടപ്പെടുന്നത്? ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാമോ? N ആണോ, P ആണോ, K ആണോ? നൈട്രജൻ. അതോടെ ഒരു മാർക്ക് പോയി കിട്ടി. അടുത്ത ആള് പറഞ്ഞോളൂ. ഫോസ്ഫറസ്. അപ്പൊ രണ്ടാമത്തെ മാർക്കും പോയി കിട്ടി. അടുത്ത ആള് പറഞ്ഞോളൂ. മനസ്സിലായോ? ഞാൻ ചോദിച്ച ചോദ്യം കിട്ടിയോ? അതായത് ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്ന മൂലകം ഏതെന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചോ? നൈട്രജൻ എന്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന? വേരിന്റെ, അല്ലെ? താഴേക്കുള്ള വളർച്ച. ഫോസ്ഫറസ് എന്ന് പറയുന്നത് മുകളിലേക്കുള്ള വളർച്ച. എന്നാൽ പൊട്ടാസ്യം എന്ന് പറയുന്ന ഓവറോൾ ഗ്രോത്ത് ആണ്. അപ്പൊ ആരായിരിക്കും കൂടുതലായിട്ട് അവിടെ നഷ്ടപ്പെടുന്നത്? പൊട്ടാസ്യമാണ്. ഓക്കെ, പൊട്ടാസ്യമാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ പല ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നത്? തെറ്റിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൊണ്ടുപോവാ. വേരിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് നൈട്രജൻ, കാണ്ഡത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത് ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്ന ഓവറോൾ ഗ്രോത്ത് ആണ്. വേരിന്റെയും കാണ്ഡത്തിന്റെയും ഫലത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഈ പറയുന്ന പോലെ പൊട്ടാസ്യമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 കാര്യങ്ങളും ഉണ്ട് എങ്കിൽ ഈ സസ്യങ്ങൾക്ക് വളരാം. പക്ഷേ ഈ സസ്യങ്ങൾ എന്തിന് ഇര പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ സസ്യങ്ങൾ വളരുന്നത് അമ്ലത്വമുള്ള മണ്ണിലാണ്. ഏത് മണ്ണിലാണ്? അമ്ലത്വമുള്ള മണ്ണിലാണ്. ഓക്കെ, അപ്പൊ ഈ സസ്യങ്ങളെ വിളിക്കാൻ പറ്റുന്ന പേരെന്തായിരിക്കും? ആസിഡ് ആയിട്ടുള്ള, ആസിഡ് ലവേഴ്സ് ആണ് ഇവരൊക്കെ. ആസിഡ് ഉള്ള മണ്ണിലാണ് ഇവർ വളരുന്നത്. അപ്പൊ എന്ത് പേര് വിളിക്കാം നമുക്ക് ഇവരെ? ആർക്കെങ്കിലും പറയാമോ? ഞാനൊരു നിങ്ങളുടെ പഴയ അറിവൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ടൊമാറ്റോയിൽ കാണുന്ന ആസിഡ് ഏതാ? ടൊമാറ്റോയിൽ കാണുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, സൂപ്പർ. അപ്പൊ ഓർമ്മയുണ്ട്. ഓക്കെ, ഓക്സാലിക് ആസിഡ്, അല്ലെ? ഓക്സാലിക് ആസിഡ് ആണ്. അപ്പം ഈ ഓക്സാലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡ് ആണെന്ന് കിട്ടിയല്ലോ. അപ്പൊ ഈ സസ്യങ്ങളെല്ലാം, അതായത് അമ്ലത്വമുള്ള മണ്ണിൽ ജീവിക്കുന്ന സസ്യങ്ങളെല്ലാം വിളിക്കുന്ന ഒരൊറ്റ പേരാണ് ഓക്സാലോഫൈറ്റുകൾ. എന്താണ്? ഓക്സാലോഫൈറ്റ്. ഓക്കെ, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചെടി എന്നാണ് അർത്ഥം കേട്ടോ. ഓക്സാലോഫൈറ്റ് എന്നാണ് വിളിക്കുക. ഓക്സാലോഫൈറ്റിനകത്ത് എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ വീനസ് ഫ്ലൈ ട്രാപ്പ് ഉണ്ട്, സൺഡ്യൂ ചെടിയുണ്ട്, പിക്ചർ ചെടിയുണ്ട്. ഓക്കെ ആണല്ലോ? ആ പോയിന്റ് കിട്ടി. അപ്പൊ ടൊമാറ്റോക്കകത്തുള്ള ആസിഡ് പഠിച്ചു. ആസിഡ് വെച്ചിട്ട് നമ്മൾ ഏത് പറഞ്ഞു? ഓക്സാലോഫൈറ്റുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയി? ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അമ്ലത്വമുള്ള മണ്ണിൽ ആര് വളരില്ല? മണ്ണിലെ ബാക്ടീരിയകൾ വളരില്ല. ഓക്കെ, മണ്ണിലെ ബാക്ടീരിയകൾ വളരില്ല. ഇനി അടുത്ത എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, മണ്ണിലെ ബാക്ടീരിയക്ക് എക്സാമ്പിൾ പറയാമോ? അസിറ്റോബാക്ടർ, റൈസോബിയം. ഒരെണ്ണം ശരിയാണ്, ഒരെണ്ണം തെറ്റാണ്. ഏത് ശരി, ഏത് തെറ്റ്? റൈസോബിയം ആയിരിക്കും ഉണ്ടാവും. റൈസോബിയം, കിഴങ്ങ്. വെരി ഗുഡ്. അസറ്റോബാക്ടർ ശരിയാണ്. റൈസോബിയം ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ വെച്ചിട്ട് തെറ്റാണ്, അല്ലെ? ഞാൻ ചോദിച്ചത് മണ്ണിലെ ബാക്ടീരിയ എന്നാണ് ചോദിച്ചത്. റൈസോബിയം എവിടെ കാണുന്നത്? പ്ലാന്റ്സിന്റെ ഏത് പ്ലാന്റിന്റെ വേരുകളിലാണ് കാണപ്പെടുന്നത്?
പയറുവർഗ്ഗങ്ങൾ. വെരി ഗുഡ്. പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന നൊഡ്യൂൾസ് അല്ലെ, റൂട്ട് നൊഡ്യൂൾസ് എന്ന് പറയുന്ന അതിനകത്താണ് ഏത് കാണുന്നത്? റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ കാണുന്നത്. എന്നാൽ മണ്ണിലെ ബാക്ടീരിയ എന്ന് പറയുന്നത് SCRT എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2 ബാക്ടീരിയകളെ പഠിച്ചോ, അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. ഏതൊക്കെയാണ്? അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ. എത്രയോ പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും. അപ്പൊ ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്കൊരു നൈട്രജൻ സൈക്കിൾ ഉണ്ട് അല്ലെ. നൈട്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ എന്താക്കി മാറ്റൂടാ? നൈട്രജൻ സൈക്കിളിലെ ആദ്യത്തെ പ്രോഡക്റ്റ് ഇടിമിന്നലുകളുടെ സഹായത്തോടു കൂടി നൈട്രജൻ, അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ എന്താക്കി മാറ്റും? ഒന്ന് പറയാമോ? എന്ത് ഫോമിലേക്ക് മാറ്റുന്നേ? നൈട്രേറ്റ് ആണ്. അല്ല, അതിനു മുമ്പ് 2 ഫോം ആവും. അമോണിയ അല്ലെ, അമോണിയ ആക്കി മാറ്റും. ആദ്യത്തെ ഫോം ഏതാണ്? അമോണിയ ആക്കി മാറ്റും. രണ്ടാമത്തെ ഫോം എന്ന് പറയുമ്പോൾ നൈട്രൈറ്റ് ആണ്. ഏതാണ്? നൈട്രൈറ്റ് ആണ്. ഓക്കെ, നൈട്രൈറ്റ്. മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നതാണ് സസ്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഫോം നൈട്രേറ്റ്. ഓക്കെ, നൈട്രേറ്റ് A ഫോം. ഇത് I ഫോം ആണ്. ഞാൻ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നൈട്രേറ്റ് എന്ന് പറയുന്നത്, ഈ നൈട്രേറ്റിനെ സാപ്രോഫൈറ്റുകൾ തിന്നിട്ടാണ് അത് വീണ്ടും നൈട്രജൻ ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നത്. അപ്പൊ ഈ അറ്റ്മോസ്ഫിയറിക് സൈക്കിൾ അല്ലെങ്കിൽ നൈട്രജൻ സൈക്കിൾ പഠിച്ചു വെക്കാം. ആദ്യമാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന അമോണിയ, അത് കഴിയുമ്പോൾ നൈട്രൈറ്റ്, അതും സസ്യങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഫോം അല്ല. അപ്പൊ ഓർത്ത് വെക്കുക, ഇവിടെ ഒറ്റ വാക്കിലാണ് SCRT പറഞ്ഞിരിക്കുന്നത്, അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി, ഇതാ ഈ നൈട്രേറ്റ് ആക്കി മാറ്റൂന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം സസ്യത്തിന് സ്വീകരിക്കാൻ പറ്റുന്നത് ആ ഒരു ഫോമാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചോണം. സസ്യത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ഫോം ഏതാണ്? നൈട്രേറ്റ് ഫോം ആണ്. ഓക്കെ, നൈട്രേറ്റ് ഫോം ആണ് എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നൈട്രേറ്റ് ഫോം ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്, ഈ അമോണിയ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യത്തിന് ഉദാഹരണം. നൈട്രേറ്റ് ഒന്നും ആക്കണ്ട. അല്ല അല്ല, വെരി ഗുഡ് വെരി ഗുഡ്. നെല്ല്. വെരി ഗുഡ് വെരി ഗുഡ്. നെല്ല് അല്ലെ, നെല്ലാണ് എന്തിനുള്ള സഹായം? അമോണിയ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യം നെല്ലാണ്. നെല്ലാണ്. നെല്ലിന്റെ സയന്റിഫിക് നെയിം എന്താ? നിങ്ങൾ പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഒറൈസ സത്തൈവം. ഓക്കെ, ഒറൈസ സത്തൈവം, ഒറൈസ സത്തൈവം. ഒസിമം സാങ്ക്ടം ഏതിന്റെ പേരാ? തുളസി. 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 ഒസിമം സാങ്ക്ടം തുളസിയാണ്. ദേവദുന്ദുമി എന്നറിയപ്പെടുന്ന സസ്യം? ദേവദുന്ദുമി എന്നറിയപ്പെടുന്ന സസ്യം തുളസി തന്നെ. തുളസിയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും തുളസിയാണ്. വെരി ഗുഡ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെയാണ്. അപ്പൊ നമ്മൾ മണ്ണിലെ ബാക്ടീരിയ അസറ്റോബാക്ടറും നൈട്രോബാക്ടറും നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന് ഈ അമ്ലത്വമുള്ള മണ്ണിൽ ആരുണ്ടാവില്ല? അസറ്റോബാക്ടർ ഉണ്ടാവില്ല, നൈട്രോബാക്ടർ ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യുക? ഈരപടിയൻ സസ്യൻ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ കൂടെ പറന്നു കിടക്കുന്ന ആ പ്രാണികളെല്ലാം പിടിച്ചിട്ട് അതിനകത്തുള്ള നൈട്രജനെ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. ഓക്കെ, അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. എന്നിട്ട് ചണ്ടായിട്ട് കളയത്തേ ഉള്ളൂ. അതായത് വിഴുങ്ങത്തൊന്നുമില്ല. ഇതിൽ നിന്ന് നൈട്രജൻ അബ്സോർബ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പ്ലാന്റ്സിന്റെ കാര്യം കിട്ടി, അതിന്റെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ട് വിട്ടോട്ടെ, നിങ്ങൾ ഇരിക്കുമോ? ഓക്കെ ആണോ? ഓക്കെ, ബോറടിക്കുന്നില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഇല്ല. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് പറയാനുള്ളത് പല്ലുകളെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ടോപ്പിക്സിലൂടെ ഇങ്ങനെ ചാടി പോവാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരണമെങ്കിൽ പറയണം. കാരണം എനിക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് തരിക എന്ന് പറയുന്നതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമുക്ക് 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത് അല്ലെ. 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്ക് ഉള്ളത്. അപ്പൊ 4 തരത്തിലുള്ള പല്ലുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പല്ലുകളാണ് എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഉളിപ്പല്ലുണ്ട് അല്ലെ, ഉളിപ്പല്ലുണ്ട്, കോമ്പലുണ്ട്, അതുപോലെ തന്നെ അഗ്രചർവണകം, ചെറുവണകം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ്? ഈ ഉളിപ്പല്ലുണ്ട്, അതുപോലെ തന്നെ കോമ്പലുണ്ട്, അതുപോലെ അഗ്രചർവണകം, അതുപോലെ തന്നെ
ചർവണകം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ ഉളിപ്പല്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രണ്ടിലുള്ളതാണ് ഉളിപ്പല്ല് അല്ലെ. മുൻവശത്തും താഴെയുമായിട്ട് എത്ര പല്ലുകളാണെന്ന് പഠിച്ചു പോണേ. എത്രയും പല്ലുകളാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ നമുക്ക് സത്യമായിട്ട് അറിയാം, നമ്മൾ ചില കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് എന്താണ്, നമ്മൾ അടുത്തിരിക്കുന്നവരെ കടിക്കുക അല്ലെ. 8ന്റെ പണിയാ കൊടുക്കുന്നത്. കടി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടുക എന്നുള്ളതല്ലേ. അപ്പൊ എത്ര പല്ലുകൾ? ഉളിപ്പല്ല് എത്ര പല്ല്? 8 പല്ല്. ഓക്കെ, പഠിച്ചു പോക്കോ. ഉളിപ്പല്ല് എത്ര പല്ലാണ്? 8 പല്ല്. ഓക്കെ, താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളാണ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? കടിച്ചു മുറിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഈ 2 കാര്യങ്ങൾ പഠിക്കാം. കോമ്പല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ യക്ഷിപ്പല്ലാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും തന്നെ പല്ല് വേണമെങ്കിൽ എണ്ണിക്കോ. താഴെയും മുകളിലുമായിട്ട് എത്ര പല്ലുകളാണ് എന്ന് ചോദിച്ചാൽ 4 പല്ലുകളാണ് ഉള്ളത്. ഓക്കെ, ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ 8, 4. ഇതെന്തിനായിരിക്കും? നമ്മള് ഈ യക്ഷിപ്പല്ലുകൾ എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും? കടിച്ചു കീറാൻ അല്ലെ. കടിച്ചു കീറാൻ. നായ എന്ന് പറയുന്ന മറ്റേ കനായിൻ എന്ന് പറയുന്ന പല്ല് തന്നെയാണ്. അപ്പൊ കോമ്പല്ല്. അപ്പൊ കടിച്ചു കീറാനാണ് ഇത് സഹായിക്കുന്നത്. അപ്പൊ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഏതാണ്? ഉളിപ്പല്ല്. അത് എത്ര പല്ലാണ്? 8 പല്ല്. നമ്മൾ ഒരാളെ കടിച്ചു 8ന്റെ പണി കൊടുത്തു എന്ന് ഓർത്ത് വയ്ക്കുക. 8 പല്ല്. മറ്റത് 4 പല്ല് കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി അഗ്രചർവണകം എന്ന് പറയുന്നത് ഈ പറയുന്ന കോമ്പല്ലിന് സമീപം മുകളിലും താഴെയുമായിട്ട് വീണ്ടും 8. അപ്പൊ 8, 4, 8. ഓക്കെ, 8, 4, 8. വീണ്ടും അഗ്രചർവണകം എന്ന് പറയുന്നത് 8 പല്ലുകളാണ്. അത് ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. ചർവണകം എന്ന് പറയുന്നത് അതും ചവച്ചരയ്ക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചർവണകം എത്ര പല്ലുകളാണ്? 12 പല്ലുകളാണ്. അപ്പോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട 8, 4, വീണ്ടും 8 അല്ലെ, വീണ്ടും 8, ദെൻ 12. ഓക്കെ, 8, 4, 12 എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ. അപ്പൊ 8, 4, 8, 12 എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, അതുപോലെ തന്നെ എന്താണ് ചർവണകം. വിസ്ഡം ടീത്ത് ഏതാണെന്ന് അറിയാമോ? നിങ്ങളുടെ വിസ്ഡം ടീത്ത് ഏതെന്ന് അറിയാമോ? ചർവണകമാണ് കേട്ടോ, മോളാറാണ്. അപ്പൊ നമുക്ക് ആ 32 പല്ലുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. അവസാനമായി വരുന്ന വിസ്ഡം ടീത്ത് എന്നൊക്കെ പറയുന്നത് ചർവണകമാണ്, മോളാർ ആണെന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ദന്തൽ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോളൂ. 2, 2, 1, 2, 3, 2, 1, 2, 3. ഓക്കെ, ഇതാണ് 2, 1, 2, 3 എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കുക, 2 ഇൻസിസേഴ്സ്, 1 കനൈൻ. ഇതിങ്ങനെയാണ് വരുന്നത്. 2 ഇൻസിസേഴ്സ്, 1 കനൈന്, അതുപോലെ തന്നെ 2 പ്രീമോളാർ, അതുപോലെ തന്നെ 3 മോളാസ്. ഇങ്ങനെയാണ് 2, 1, 2, 3. ഇത് ഒരു സൈഡിലുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് താഴെ മുകളിലായിട്ട് വരുമ്പോൾ 8 ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോളൂ. 2, 1, 2, 3. ഇനി നമുക്ക് 32 പല്ലുകളാണ് സാധാരണ എന്താണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ കുട്ടികളിൽ, അല്ലെങ്കിൽ കുട്ടികളിലല്ല, സാധാരണ ഉള്ളപ്പോൾ 32 പല്ലുകൾ എന്ന് പറയും. കുട്ടികളിൽ എത്ര പല്ലുകളാ? പാൽപ്പല്ലുകൾ 20. ഓക്കെ, 20 ആണ് അല്ലെ. 20 ആണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, പല്ലിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനാമൽ എന്ന് പറയുന്നത് അല്ലെ. ഇനാമൽ എന്ന് പറയുമ്പോൾ വെള്ള നിറം, കടുപ്പമേറിയ ഭാഗം. അപ്പൊ ഇതിനകത്ത് പല്ലുകളിൽ കടുപ്പമേറിയ ഭാഗം എന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? ഇനാമലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റേറ്റ്മെന്റ് ലെവലോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിർജീവമാണ്. ഓക്കെ, നിർജീവമായിട്ടുള്ള ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടാകാത്തതിന് കാരണം. ഓക്കെ, അപ്പൊ ഇനാമൽ വെള്ള നിറമായിരിക്കും, കടുപ്പമേറിയ ഭാഗമായിരിക്കും, പക്ഷെ എന്താണ്? നിർജീവമാണ്. ഇനി അതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് ദന്തൈൻ എന്ന് പറയുന്നത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഇനാമലിന്റെ തൊട്ട് താഴെയാണ് എന്തെന്ന് പറയുന്നത്? ദന്തൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദന്തൈൻ എന്ന് പറയുന്നത് ജീവനുള്ള കലയാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി അതിന്റെ താഴെ പൾപ്പ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രക്തക്കുഴലുകളും ലിംബ് വാഹികളും നാഡീ തന്തുക്കളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ്? യോജക കല അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള യോജക കലയാണ് ഇതെന്ന് ഓർത്തു വെക്കാം. രക്തക്കുഴലുകളും ലിംബ വാഹികളും. ഈ രക്തം എന്ന് പറയുന്നതും ഒരു യോജക കലയാണ് അല്ലെ. യോജക കലയ്ക്ക് ഉദാഹരണമാണ് ഈ കഴിഞ്ഞ LDക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ യോജക കലയ്ക്ക് ഒരു ഉദാഹരണമാണ്, കണക്റ്റീവ് ടിഷ്യൂവിന് ഒരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്? രക്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ രക്തക്കുഴലുകളും ലിംബ് വാഹികളും നാഡീ തന്തുക്കളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പൾപ്പിലാണ്. ഓക്കെ, അത് പൾപ്പിലാണെന്ന് ഓർത്തു വെക്കാം. അതിന് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സിമന്റമാണ്. ഓക്കെ, സിമന്റം മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല. ഇതും എന്ത് തന്നെയാണ്?
യോജക കല തന്നെയാണ്. കാൽഷ്യം അടങ്ങിയ യോജക കല ഏതെന്ന് ചോദിച്ചാൽ അത് സിമന്റമാണ്. ഒരിക്കലും അത് ഇനാമലോ ദന്തേനോ ഒന്നും അല്ല. പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതെന്ന് ചോദിച്ചാൽ അത് സിമന്റിനകത്താണ് എന്ന് ഓർത്തു വെക്കുക. സിമന്റിനകത്താണ് കാൽഷ്യം കാണുന്നത് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ബാക്കിയെല്ലാം കിട്ടിയാലോ? അപ്പൊ ഇനാമൽ എന്താന്ന് മനസ്സിലായി, അതുപോലെ തന്നെ ദന്തേൻ എന്താന്ന് മനസ്സിലായി, അതിനകത്ത് നിർജീവമായിട്ടുള്ള ഭാഗം ഏതെന്ന് മനസ്സിലായി, ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്നെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് എൻസൈമുകൾ, ഈ കഴിഞ്ഞ LD-ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ, ട്രിവാൻഡ്രം LD-ക്ക് അകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് എൻസൈമുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിനകത്ത് ഒന്ന് സലൈവറി അമൈലേസ് ആണ്. ഏതാണ്? സലൈവറി അമൈലേസും രണ്ടാമത്തത് ഏതാണ്? ലൈസോസൈമുമാണ്. ഓക്കെ, ലൈസോസൈമുമാണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ലൈസോസൈമുമാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ എന്തൊക്കെയാണ്? നമ്മുടെ സലൈവറി അമൈലേസും അതുപോലെ തന്നെ ഏതുമാണ്? ലൈസോസൈമും. അപ്പൊ ഈ പിന്നെ അമൈലേസ് എന്ന് പറയുന്നത്, ഒരു പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യനകത്ത് അമൈലേസ് എന്ന് പറയുന്ന എൻസൈം എവിടെയാണ് കാണുന്നത്? ഓക്കെ, അമൈലേസ് എന്ന് പറയുന്ന എൻസൈം എവിടെയാണ് കാണുന്നത് എന്ന് ചോദിക്കുകയും ഓപ്ഷനകത്ത് പാൻക്രിയാസ്, സലൈവ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെ പറയും? നിങ്ങൾ എവിടെ പറയും? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ തെറ്റിക്കരുത്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? അമൈലേസ് എന്ന് പറയുന്ന എൻസൈം എവിടെ കാണുന്നു? ഞാൻ രണ്ട് ഓപ്ഷൻ പറഞ്ഞു, പാൻക്രിയാസും ഉണ്ട്, സലൈവയും ഉണ്ട്. ഉമിനീരല്ല, പാൻക്രിയാസിലാണ്. ഇതെന്ത് തന്നെ ചോദിക്കണം, സലൈവറി അമൈലേസ് എന്ന് ചോദിച്ചാൽ മാത്രമാണ് ഏതെന്ന് പറയുന്നത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്നത്. സാധാരണ അമൈലേസ് എവിടെയാണ് കാണുന്നത്? പാൻക്രിയാസിലാണ്. ഓക്കെ, അപ്പൊ സലൈവറി അമൈലേസ് എന്ന് പറയുന്നത് ചോദിക്കുകയാണെങ്കിലോ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇനി സലൈവറി അമൈലേസിന് മറ്റൊരു പേര് പഠിച്ചു വെച്ചോ, ചയലിൻ. ഓക്കെ, ചയാലിൻ എന്ന് പറയും. ഓക്കെ, ചയാലിൻ എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടെ പഠിച്ചു വെച്ചോളൂ. സലൈവറി അമൈലേസ് അല്ലെങ്കിൽ ചയാലിൻ എന്ന് പറയുന്ന പേര് പഠിച്ചു വെക്കണം. ഇതിന് സലൈവറി അമൈലേസിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം എവിടെയുണ്ട്? സലൈവയിലുണ്ട്. ബാക്കി എവിടെയൊക്കെ ഉണ്ട് എന്നറിയാമോ? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉമിനീരിലുണ്ട്. വെരി ഗുഡ്, പറഞ്ഞോ. കണ്ണുനീരില്ല, ഒരിടത്തും കൂടെയുണ്ട്. മൂത്രത്തിലുണ്ട്. അപ്പൊ ഏതിലൊക്കെയുണ്ട്? ഉമിനീരില്, അതുപോലെ തന്നെ കണ്ണുനീരില്, മൂത്രത്തില്. ഈ മൂന്നിടത്താണ് മെയിൻ ആയിട്ട് ലൈസോസൈം എൻസൈം വരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഇതിന്റെ ഫങ്ഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കുന്നതിന് ആര് സഹായിക്കും? ലൈസോസൈം സഹായിക്കും. അപ്പൊ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ലൈസോസൈം ആണ് എന്ന് ഓർത്തു വെക്കാം. ഇനി അപ്പൊ സലൈവറി അമൈലേസിന്റെ ജോലി എന്താ? സലൈവറി അമൈലേസിന്റെ ജോലി അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന് പറയുന്ന ഷുഗറിലേക്ക് മാറ്റും. ഓക്കെ, അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന ഷുഗറാക്കി മാറ്റും. നമ്മൾ സാധാരണ ചുമ്മാ പച്ചച്ചോറ് വായിലിട്ടൊന്ന് അരച്ചു കഴിഞ്ഞാൽ കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മധുരം തോന്നും, അല്ലെ? വേറെ ഒരു കറി ഇല്ലെങ്കിൽ പോലും മധുരം തോന്നും. അത് മാൾട്ടോസ് ആണ്. അപ്പൊ അതിന് സഹായിക്കുന്നത് സലൈവറി അമൈലേസ് ആണ് എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പോ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈമും അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് സലൈവറി അമൈലേസും. സലൈവറി അമൈലേസിന്റെ മറ്റൊരു പേര് ടയാലിൻ എന്നാണ്. ഓക്കെ, ടയാലിൻ എന്നാണ്. ഓർത്തു വെച്ചല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഈ രണ്ട് സ്ലൈഡും കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങി കാണും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സമയമായി കാണും, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതിനും കൂടെ പഠിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ഏകദേശമൊക്കെയുള്ള ടോപ്പിക്സ് അങ്ങ് കവർ ചെയ്യും. അതുകൊണ്ടാണ് പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ആഹാര സ്വീകരണം. ഓക്കെ, ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണം. അതിന് നമ്മൾ പറയുന്നത് ഇഞ്ചക്ഷൻ. അതുപോലെ തന്നെ രണ്ടാമത്തത് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം. മൂന്നാമത്തത് ആഗിരണം, അതായത് അബ്സോർപ്ഷൻ. നാലാമത്തത് അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം. അഞ്ചാമത്തത് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. നിങ്ങൾ ഇതിനകത്ത് ഇതെല്ലാം കൂടെ തലയിൽ കെട്ടി വെക്കേണ്ട. ഇതിനകത്ത് ഇത്രയാണ് ചോദ്യം. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ഏതാണ് എന്ന് ചോദിക്കാം. ഏത് ഘട്ടമാണ്? ആഹാര സ്വീകരണം. പോഷണ പ്രക്രിയയിലെ അവസാന ഘട്ടം ഏതെന്ന് ചോദിക്കാം. ഏതാണ്? വിസർജനം. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ബാക്കിയുള്ളതൊന്ന് വായിച്ചു വെക്കുക. അങ്ങനെ അധികം ചോദിച്ചിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്ന് വായിച്ചു പോവാം. ഇനി അടുത്തത് ഈ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഈ ആമാശയരസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആമാശയത്തിനകത്ത് കുറച്ച് രസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. ആമാശയരസം എന്ന് നമ്മൾ പറയും. അതിനകത്ത് പെപ്സിൻ ഉണ്ട്, ഗാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട് അല്ലെങ്കിൽ ശ്ലേഷ്മം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 4 രസങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് 4ഉം കാണുന്നത് ആമാശയരസമാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ്, ആമാശയരസത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുകയും ഈ 4എണ്ണത്തിനകത്ത് 3 തരികയും വേറെ ഒന്ന് അതിനെ മാറ്റി തരികയും ചെയ്യും. അപ്പൊ അത് നമ്മൾ വേർതിരിച്ചെഴുതുക എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? പെപ്സിൻ, ഗാസ്ട്രിക് ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം അതായത് മ്യൂക്കസ്. ഓക്കെ, ഇനി ഈ പെപ്സിൻ എന്ന് പറയുമ്പോൾ പെപ്സിൻ എന്നല്ലേ പറയുന്നത്. അപ്പോ പെപ്സിനിൽ തന്നെയുണ്ട്, അത് പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. എല്ലാം പീല് തന്നെയാണ് അല്ലെ, പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. അപ്പൊ പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് പെപ്സിൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി അത് മറക്കില്ലല്ലോ. അപ്പൊ പ്രോട്ടീനെ പെപ്റ്റോൺ ആക്കി മാറ്റുന്നത് പെപ്സിൻ ആണ്. അപ്പൊ ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രോട്ടീനെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കുന്നത് ഏത് എൻസൈം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് ആമാശയരസം എന്ന് ചോദിക്കാം. അത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പെപ്സിൻ ആണ്. ഓക്കെ, പെപ്സിൻ. രണ്ടാമത്തത് ഗാസ്ട്രിക് ലിപ്പേസ്. ലിപ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കൊഴുപ്പുമായിട്ട് അടങ്ങിയതാണ് അല്ലെ. ലിപ്പിഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ലിപ്പേസ് എന്ന് പറയുന്നത് അല്ലെ. കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കാൻ സഹായിക്കുന്നത് ലിപ്പേസ് ആണ്. ക്ലിയർ ആയല്ലോ. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താണ് ചെയ്യുന്നത്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ആമാശയത്തിലേക്ക് എത്തുമ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡും, ഉമിനീരിൽ ആയിരിക്കുന്ന സമയത്ത് വായിലായിരിക്കുമ്പോൾ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈമോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. pH അതായത് ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നതും ആര് തന്നെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടായിട്ടും നമ്മുടെ ആമാശയത്തിന് ഒരു കുഴപ്പമില്ല, അത് ആസിഡാണ് അല്ലെ, പൊള്ളിപ്പോകുന്ന ആസിഡാണ്. പക്ഷെ ഒരു പ്രശ്നമില്ല. അതിന് റീസൺ എന്താണ്? ശ്ലേഷ്മം ഉള്ളത് കൊണ്ടാണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ഈ ശ്ലേഷ്മമാണ്. അപ്പൊ മ്യൂക്കസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആമാശയ രസത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി? പെപ്സിൻ, ഗാസ്ട്രിക് ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ തന്നെ ശ്ലേഷ്മം. അതിനകത്ത് പ്രോട്ടീനെ ഭാഗികമാക്കി മാറ്റുന്നത് പെപ്സിനാണ്, പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. ഗാസ്ട്രിക് ലിപ്പേസ് എന്ത് ചെയ്യുന്നു? കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ശ്ലേഷ്മം എന്താണ് ചെയ്യുന്നത്? ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ ആണോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സ്ലൈഡിൽ കൂടെ ഒന്നും കൂടെ ഓടിപ്പോവാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ വരട്ടെ. പ്രകാശ സംശ്ലേഷണം പഠിച്ചു. അതിനകത്ത് നിങ്ങൾ ഒന്ന് കണ്ണടച്ച് ഒന്ന് കേട്ടാലും മതി. പ്രകാശ സംശ്ലേഷണത്തിനകത്ത് നമ്മൾ പറഞ്ഞു, പ്രകാശ സംശ്ലേഷണ സമയത്ത് അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം, പുറത്തേക്ക് തള്ളപ്പെടുന്ന വാതകം, ഏത് രണ്ടും നിങ്ങൾക്ക് കിട്ടി അല്ലെ. കോശ ശ്വസന സമയത്ത് അകത്തേക്ക് സ്വീകരിക്കുന്ന വാതകം, പുറത്തേക്ക് തള്ളപ്പെടുന്ന വാഹനം, രണ്ടും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ സംവഹന കലകൾ എന്ന് പറയുന്നത് ഏതൊക്കെയെന്ന് കിട്ടി നിങ്ങൾക്ക്? സൈലവും ഫ്ലോയവും അല്ലെ. അപ്പോ അതുപോലെ തന്നെ സസ്യങ്ങളുടെ അടുക്കള ഏതാണെന്ന് കിട്ടി. സസ്യങ്ങളുടെ പ്രത്യുൽപാദന അവയവം ഏതാണെന്ന് നമുക്കറിയാം, ഫ്ലവർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ആസിരന്ധം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം. വാതക വിനിമയം നടക്കുന്നത് ഏത് വഴിയാണ് എന്ന് ചോദിച്ചാൽ ആസിരന്ധം വഴിയാണ്. നമ്മൾ അത് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യം, ഏതൊക്കെ പിന്നെ ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് ഏതുള്ളത് വർണ്ണകങ്ങൾ കാണപ്പെടുന്നതെന്ന്, ഏതൊക്കെയാണ് ഹരിതകം എ, ഹരിതകം ബി, സാന്തോഫില്, അതുപോലെ തന്നെ കരോട്ടിൻ ഒക്കെ കാണപ്പെടുന്നു എന്ന് പഠിച്ചു. ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയൂ എന്ന് നമ്മൾ പഠിച്ചു. ബാക്കിയുള്ളവയൊക്കെ നമുക്ക് സഹായക വർണ്ണകങ്ങൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഗ്രാന, സ്ട്രോമ. പ്രകാശഘട്ടം നടക്കുന്ന ഗ്രാനയില്, ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയില്. ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്ട്രോമയില്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഗ്രാനയില് എന്ന് ഓർത്തു വയ്ക്കുക. ഗ്ലൂക്കോസ് സ്ട്രോ ഇട്ട് കുടിക്കുന്നു എന്ന് ഓർത്താൽ മതി. ഗ്ലൂക്കോസ് വെള്ളം സ്ട്രോ ഇട്ട് കുടിക്കുന്നു എന്ന് ഓർത്താൽ മതി. ഓക്കെ ആണ്. കാൽവിൻ സൈക്കിളിനെ കുറിച്ച് പഠിച്ചു.
കാൽവിൻ സൈക്കിള് ഇരുണ്ട ഘട്ടത്തിന്റെ രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് മെൽവിൻ കാൽവിൻ കണ്ടെത്തിയത് 1961. ATP കോശത്തിന്റെ ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നു. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. സൾഫർ ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കീമോസിന്തസിസ്, രാസസംശ്ലേഷണം നടത്തുന്നത് അതാണ് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള അന്നജം, സുക്രോസ് ആയിട്ട് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കരിമ്പ്, അന്നജമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, പ്രോട്ടീൻ ആയിട്ട് പയറുവർഗ്ഗങ്ങൾ, കൊഴുപ്പ്, എണ്ണക്കുരുക്കൾ, അതുപോലെ തന്നെ ഫ്രക്ടോസ്, പഴവർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്ത് നമ്മൾ ആസിഡന്തങ്ങൾ, ലെൻഡിസെല്ലം, അത് നമ്മൾ പറഞ്ഞു. ഹൈഡത്തോടുകൾ പുൽവർഗ ചെടിയിലാണെന്ന് പറഞ്ഞു. കാതൽ രൂപീകരണം നടക്കുന്ന സൈലവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇല കൊഴിയൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ആവശ്യമുള്ളത് തിരിച്ചെടുത്തതിന് ശേഷം വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്നതാണ്. പിന്നെ നമ്മൾ പഠിച്ചത് മെരിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം. ഓക്കെ, പിന്നെ നമ്മൾ കേസരിപുടം, ജനിപുടം, പുഷ്പാസനം, ദളം, പൂഞ്ഞെട്ട്, വിതളം, പൂക്കളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ലൈംഗിക അവയവമാണ് പൂക്കൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനിപുടം, അതുപോലെ തന്നെ പുംബീജവും അതുപോലെ എന്താണ് അണ്ടവും കാണപ്പെടുന്ന ഇവിടെ എന്ന് പറഞ്ഞു. ഒരു പൂവിൽ കേസരിപുടവും ജനിപുടവും കാണുന്ന ബൈസെക്ഷൽ ഫ്ലവർ ആണെന്ന് പറഞ്ഞു. കേസരിപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നത് യൂണിസെക്ഷൽ ഫ്ലവർ ആണെന്ന് പറഞ്ഞു. ആൺമരവും പെൺമരവും പ്രത്യേകമായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. കുടപ്പന, കുടംപുളി, അതുപോലെ തന്നെ ജാതി. പിന്നെ പരാഗണത്തിനെ കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ചേനയും ചേമ്പും, അതിനകത്ത് പരാഗണം നടത്തുന്ന ഈച്ചകളാണ്. ഈച്ചകളില്ലെങ്കിൽ ഒച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നെൽച്ചെടിയിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. നെൽച്ചെടിയിൽ ഗോതമ്പ്, ചോളം, കരിമ്പിലൊക്കെ കാറ്റാണ് പരാഗണകാരി എന്ന് പറഞ്ഞു. കുരുമുളകില് മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ജലമാണെന്ന് പറഞ്ഞു. പിന്നെ സ്വപരാഗണവും അതുപോലെ തന്നെ പരപരാഗണവും. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, ഇടവിള, വിളപരിയം, ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ ആഹാരത്തിന് വേണ്ടിയിട്ട് ചന്ദനം. ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, റെഫ്ലേഷ്യ എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? റെഫ്ലേഷ്യ ഏറ്റവും വലിയ ഏറ്റവും വലിയ പൂവാണ് അല്ലെ, ഏറ്റവും വലിയ പൂവാണ്. ഈ റെഫ്ലേഷ്യ എന്ന് പറയുന്നത് പരാത സസ്യമാണെന്ന് അറിയാമോ? പരാത സസ്യമാണ് കേട്ടോ, പരാത സസ്യമാണ്. പൂർണ്ണ പരാതമാണോ അർദ്ധപരാതമാണോ? ഒന്ന് ഗസ് ചെയ്തോളൂ. പൂർണ്ണപരാതം. വെരി ഗുഡ്, പൂർണ്ണ പരാതമാണ് അല്ലെ, അർദ്ധപരാതമല്ല, പൂർണ്ണ പരാതമാണെന്ന് ഓർത്തു വെക്കാം. റെഫ്ലേഷ്യ എന്ന് പറയുന്നത് ഏത് ചെടിയിലാണ് വളരുന്നത് എന്ന് ചോദിച്ചാൽ വൈൻ ചെടികളിലാണ്, അതായത് മുന്തിരി വള്ളികളിലാണ് അത് വളരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഓർമ്മ വരുന്നത് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സസ്യലോകത്തെ ഇരപിടിയന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനകത്ത് വീനസ് ഫ്ലൈ ട്രാപ്പ്, സൺഡ്യൂ ചെടി അല്ലെങ്കിൽ ഡ്രോസീറ, പിക്ചർ ചെടി അല്ലെങ്കിൽ നെപ്പന്തിസ്. ഇതിനെല്ലാത്തിനും വിളിക്കുന്ന ഒരൊറ്റ പേര് ഓക്സാലോഫൈറ്റ്. അമ്ലത്വമുള്ള മണ്ണിലാണ് അത് വളരുന്നത്. NPK കുറിച്ച് നമ്മൾ പറഞ്ഞു. താഴേക്കുള്ള വളർച്ച നൈട്രജൻ, മുകളിലേക്കുള്ള വളർച്ച ഫോസ്ഫറസ്, ഓവറോൾ വളർച്ച പൊട്ടാസ്യം. പൊട്ടാസ്യം ആണ് നമ്മൾ പറഞ്ഞു ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ അല്ലെ അവിടെ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് പൊട്ടാസ്യം ആണെന്ന് നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അല്ലെ. അസറ്റോബാക്ടീരിയ, നൈട്രോബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞു, മണ്ണിലെ ബാക്ടീരിയകളാണ്. അതുപോലെ തന്നെ പയറുവർഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്നതാണ് റൈസോബിയം എന്ന് പറഞ്ഞു. നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റും എന്ന് പറഞ്ഞു. സസ്യ അമോണിയ ഫോമിൽ ഉപയോഗിക്കുന്നത് നെല്ലാണ് എന്ന് പറഞ്ഞു. പിന്നെ പല്ലുകളെ കുറിച്ച് പറഞ്ഞു. ഉളിപ്പല്ല്, അഗ്രചർവണകം, കോമ്പല്ല്, ചർവണകം എന്നൊക്കെ പറഞ്ഞു. ഇനാമലിനെ കുറിച്ച് പറഞ്ഞു. ഡെൻഡൈൻ, പൾപ്പ്, സിമെന്റം, ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലെ, ഒന്നുകൂടെ വായിക്കണേ നിങ്ങൾ. അതുപോലെ തന്നെ ഉമിനീരിനകത്ത് സലൈവ അല്ലെ, സലൈവറി അമൈലേസ്, ലൈസോസൈൻ. രോഗാണുക്കളെ കൊല്ലുന്നത് ലൈസോസൈൻ. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസിന്റെ മറ്റൊരു പേര് ടയാലിൻ. ഓക്കെ, പോഷണ പ്രക്രിയയിൽ വിവിധ പ്രക്രിയകൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഘട്ടം ആഹാരസ്വീകരണം, അവസാനത്തെ ഘട്ടം വിസർജനം എന്ന് നമ്മൾ പറഞ്ഞു. ആമാശയരസത്തിനെ കുറിച്ച് പറഞ്ഞു. പെപ്സിൻ, ഗാസ്ട്രിക് ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ആമാശയരസം. അതിനകത്ത് ഓരോന്നിന്റെയും ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. പെപ്സിൻ കണക്റ്റഡ് ടു പെപ്റ്റോൺ അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. ലിപ്പേസ് കണക്റ്റഡ് ടു ഫാറ്റ് ആണ്, കൊഴുപ്പാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH കൊടുക്കുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളെ ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ഇതാണ്, ശ്ലേഷ്മമാണെന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? നിങ്ങൾ കംഫർട്ട് ആയിരുന്നോ? ഓക്കെ ആയിരുന്നു.